ഹലോ. യെസ്, വെൽക്കം എവരിവൺ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. യെസ്, സോ ടുഡേസ് അവർ സെഷൻ ഈസ് സ്ട്രാറ്റജിക് കരിയർ പ്ലാനിങ്. അപ്പൊ നിങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ എത്ര പേര് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ട്? എങ്ങനെ ഇതിന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? ഏതൊക്കെ ഇയർ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ? കൈൻഡ്ലി പ്ലീസ് റിപ്ലൈ ഇൻ ദ ചാറ്റ്. നിങ്ങളുടെ ചാറ്റിൽ ഒന്ന് പറയാമോ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഫൈനൽ ഇയേഴ്സ് എത്ര പേരുണ്ട്? സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ, സെക്കൻഡ് ഇയർ. ഓക്കെ, സെക്കൻഡ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സും തേർഡ് ഇയേഴ്സും എല്ലാവരും ഉണ്ട്. ഓക്കെ, ഗുഡ്. യെസ്, അപ്പോ ഇന്ന് എനിക്ക് പറയാനുള്ളത് കരിയർ പ്ലാനിങ്ങിനെ പറ്റിയാണ്. സി, നിങ്ങൾ എഞ്ചിനീയറിംഗ് ബിടെക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും അധികം ചിന്തിച്ചിരിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള പ്ലേസ്മെന്റ്, ജോലി അല്ലെ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ കൺസിഡറേഷനിലാണ് പലരും അല്ലെ കോളേജിന്റെ റാങ്കിങ് അനുസരിച്ച് നിങ്ങളൊരു അലോട്ട്മെന്റ് കൊടുത്തത്, നിങ്ങൾ ഓപ്ഷൻ ലിസ്റ്റ് കൊടുത്തത് എല്ലാം തന്നെ എന്താണ് പ്ലേസ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് ജോലിയാണ്. ആക്ച്വലി ഒരു നല്ല അക്കാഡമിക് എൻവയോൺമെന്റ് ആണോ, അല്ലെങ്കിൽ ഒരു വളരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന, നിങ്ങളെ ഒരു ആസ് എൻ എഞ്ചിനീയർ നിങ്ങളെ വളരെയധികം വളർത്തുന്ന ഒരു ക്യാമ്പസ് ആണോ എന്നുള്ള കൺസിഡറേഷൻ അപ്പുറത്ത് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തിരിക്കുക നിങ്ങൾക്ക് 4 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ജോലിയിലേക്ക് എത്തണം എന്നുള്ള കൺസിഡറേഷൻ ആയിരിക്കും നിങ്ങളെ എല്ലാവരും ഗൈഡ് ചെയ്ത്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ കീം പ്രോസസ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ പേരൻസും സ്റ്റുഡൻസും എല്ലാവരും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കൺസേൺസ് ഇതാണ്, ഫൈനൽ ഇയറിൽ പ്ലേസ്മെന്റ് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ മുൻപ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിച്ചത് CET ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്ലേസ്മെന്റിന്റെ ഒരു നിലവാരമോ അല്ലെങ്കിൽ ആ പ്ലേസ്മെന്റിന്റെ രീതികളോ അല്ല ഇപ്പം റൈറ്റ് നൗ നമ്മൾ കാണുന്നത് അല്ലെ. മേ ബി നിങ്ങളിൽ പലരും ഈ എയുടെ വരവോടുകൂടി എന്താകും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയിലും ഒരു വലിയ കൺസേണിലും ആയിരിക്കും നിങ്ങൾ പലരും ഉണ്ടായിരിക്കുക അല്ലെ. എങ്ങനെയാണ് നിങ്ങളുടെ പ്ലേസ്മെന്റ് ഈ AI അഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ് AI കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ പലരും വലിയ ഒരു ആശങ്ക പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആശങ്ക ശരിക്കും പറഞ്ഞാൽ സത്യമാണോ, റിയാലിറ്റി ആണോ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പ്രീവിയസ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ ഡിസ്കഷനിൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പല രീതിയിലുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ട് കുറെയൊക്കെ അതിനെപ്പറ്റി ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു അനലൈസിസോ ഒക്കെ ഓൾറെഡി നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ടോപ്പിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇവിടെ സ്ട്രിക്ട്ലി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഈ കോളേജ് എന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെ, ഈ കോളേജിൽ നിങ്ങൾ 4 വർഷം ചെലവഴിക്കുന്ന സമയം ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി ലോങ് ടേമിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു വളരെ നല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന, വളരെ എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ട്രാറ്റജിക് കരിയർ പ്ലാനിങ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര്, നിങ്ങൾ എല്ലാവരും തന്നെ യു മൈറ്റ് ബി ഹാവിങ് മെനി മിത്സ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ ചിന്തിക്കുന്നത് കുറെ പേരുടെയും ധാരണ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രീമിയം അസറ്റ് ആണ്. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ നമ്മൾ വളരെ വലിയ രീതിയിൽ പ്ലേസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എന്താ മുന്നോട്ടുള്ള ലൈഫിൽ ഉടനീളം അത് സഫിഷ്യന്റ് ആണ്, ആ പ്ലേസ്മെന്റ് മതി, നിങ്ങൾക്ക് എല്ലാ രീതിയിലും ലൈഫിൽ ഒരു വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ ആ പ്ലേസ്മെന്റ് ധാരാളം മതി എന്നൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുക. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു മിത്താണെന്ന് നിങ്ങൾ ഒരു തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഓൾറെഡി പഠിച്ചിറങ്ങിയവരുടെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം പ്ലേസ്മെന്റ്സിൽ തന്നെ നിലനിന്നിട്ടുള്ളവർ അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളവർ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് ഡൺ എ പ്രോപ്പർ റിസർച്ച്. കാരണം കോളേജുകൾ നിങ്ങൾക്ക് തരുന്നത്, നമ്മുടെ ഒക്കെ ധാരണ പ്ലേസ്മെന്റ് സെല്ല് കൊണ്ടുവരുന്നത്, പ്ലേസ്മെന്റ് സെല്ലാണ് ജോലി കൊണ്ടുവരുന്നത്, പ്ലേസ്മെന്റ് സെല്ല് നിങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് പലരും കരുതുന്നത്, നമ്മളെല്ലാവരും കരുതുന്നത്. ആ ബിടെക് സ്റ്റുഡന്റ് ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഓരോ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെന്റ് സെൽ എന്ന് പറയുന്നത് ആ കോളേജിന് വേണ്ടി ഒരു PR വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ്. നമുക്ക് വരുന്ന പ്ലേസ്മെന്റ്സ്, നമുക്ക് അവിടുത്തെ കിട്ടുന്ന പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത്
പലപ്പോഴും നമ്മുടെ കാലിബറിന് ചേരുന്നതിന് താഴെയോ അല്ലെങ്കിൽ നമുക്ക് അതിനപ്പുറത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന് ഒരു സീലിംഗ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് പലപ്പോഴും ഈ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് നമുക്ക് ജോലി കിട്ടുക. അല്ലാതെ നമുക്കൊരു പ്രോപ്പർ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഇൻട്രസ്റ്റോ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കിൽസ് അനുസരിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ജോലിയോ ആയിരിക്കണമെന്നില്ല കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുക, അല്ലെ? അപ്പോൾ പ്ലേസ്മെന്റ് സെല്ല് നമുക്ക് ഏറ്റവും മികച്ച ജോലി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു പ്രീമിയം അസറ്റ് ആണെന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ ആക്ച്വലി ഇതൊക്കെ എന്താണ്, ഇതൊരു മിത്താണ്. അതുപോലെ ടോപ്പ് ജോബ്സ് ഏറ്റവും ടോപ്പ് CGPA ഉള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ കുറെ അധികം ഇത്തരത്തിൽ നമ്മൾ പല ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിപ്സ് എല്ലാം നമ്മൾ പ്ലേസ്മെന്റിന്റെ സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇറ്റ്സ് പാർട്ട് ഓഫ് ട്രഡീഷൻ, അല്ലെ? കാലങ്ങളായിട്ട് കൺവെൻഷനലി നമ്മൾ അങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ്. ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഈ ടൈപ്പ് ഡ്രസ്സ് ഇടണം, ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം ചാടിക്കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസ് എടുക്കുന്ന ആൾക്കൊരു എന്തോ പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ പാലിക്കേണ്ട ചില ഡെക്കോറം ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ട്രഡീഷണലി കൺവെൻഷനലി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ശരി, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ജോലിയിലേക്ക് എത്താൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ കാലം ഒരുപാട് മാറിയതായിട്ടും ഈ റീസെന്റ് ഇയേഴ്സിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവങ്ങളാലും അതും നമ്മൾ ഈ മാൻ കമ്പനീസ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഗ്ലോബൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വലിയ എവല്യൂഷൻ ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ, ഹയറിംഗ് പ്രോസസ്സിൽ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ഇപ്പൊ പലരും പറയുന്നത്, ഇപ്പൊ യൂട്യൂബിലൊക്കെ നമ്മൾ ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇനി ദർ ഇസ് നോ സ്പേസ് ഫോർ ആവറേജ് കോഡേഴ്സ്. അതായത് ബിഗിനർ ലെവലിൽ കോഡ് ചെയ്യുന്ന ആൾക്കാരെ ഇനി ആവശ്യമില്ല, ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല. അതിനകത്ത് കുറച്ച് ഭാഗം ശരിയുണ്ട്, അല്ലെ? അതായത് നമ്മൾ ഒരു 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്ന കോഡിംഗ് ഒക്കെ എന്ന് പറയുന്നത് ആക്ച്വലി ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 3 മിനിറ്റിന് പോലും ഒരു ഡ്യൂറേഷൻ ആവശ്യം വരില്ല. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ട് അത് ട്രെയിൻ ചെയ്തെടുക്കാനും അല്ലെങ്കിൽ നെ 24/7 നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനും ഒരു മെച്ചപ്പെട്ട ഔട്ട്പുട്ട് കൊണ്ടുവയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ആ ഭാഗം ശരിയാണെന്ന് പറഞ്ഞാലും ഈ കോഡിങ് വേണ്ട എന്ന് പറയുന്നതിനകത്ത് വീണ്ടും നമ്മൾ രണ്ടാമത് ചിന്തിക്കണം. കാരണം നമുക്ക് നിങ്ങളിൽ ഒരുപാട് പേര് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരുണ്ടായിരിക്കും. ഈ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് IIT പഠിച്ചിറങ്ങുന്നവർ ഒരുപക്ഷെ ടോപ്പ് ഗ്ലോബൽ കമ്പനീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജുകളിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് അത്തരം ലെവലിലുള്ള ഏറ്റവും വലിയ ഗ്ലോബൽ ലെവലിൽ നമ്മൾ സ്വപ്നം കാണുന്ന കമ്പനികളിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റാതെ അതിന് താഴെയുള്ള ലെവലിലുള്ള കമ്പനികളാണ് പലപ്പോഴും എത്തിപ്പെടുക. അതായത് ഞാൻ സംസാരിക്കുന്നത് മാൻ കമ്പനീസിനൊക്കെ ഉദ്ദേശിച്ചാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സോ ആമസോൺ ഗൂഗിൾ വലിയ കമ്പനികളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരം വലിയ കമ്പനികളിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻസിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് എത്തിപ്പെടാറില്ല. പക്ഷെ അവിടെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് അവിടെ വരുന്ന ആപ്ലിക്കേഷൻസിന്റെ കൗണ്ട് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലക്ഷങ്ങളാണ്. 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ആപ്ലിക്കേഷൻസ് വരുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ ഈ 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ആപ്ലിക്കൻസിനെ വരുമ്പോഴത്തേക്ക് അവർ ചെയ്യാറുള്ളത്, അവർ ഒരു ഇനിഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അവേ അവരൊരു നല്ല ശതമാനം ആൾക്കാരെ അവരുടെ റെസ്യൂമെ പ്രോപ്പർലി എക്ക് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് തന്നെ ആ റെസ്യൂമെയുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് തന്നെ ഒരു 98% ആൾക്കാരെയും ആദ്യമേ തന്നെ സ്ക്രീൻ ചെയ്ത് പുറത്താക്കും. അപ്പോ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഹയർ ലെവൽ കമ്പനികളിൽ റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ ആദ്യ സ്റ്റേജിൽ തന്നെ പുറത്തായി പോകും. നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന ലോക്കൽ ലെവലിലുള്ള കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു പോകും ഈ പറഞ്ഞ IIT-കളിലും NIT-കളിലും അല്ല അതുപോലെ സൂപ്പർ ടാഗ് ഉള്ള കോളേജുകളിൽ പഠിച്ച ആ ഒരു പെഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് മാത്രമാണോ ഭാവിയിൽ രക്ഷ ഉള്ളത് എന്ന് നമ്മൾ കരുതി പോകാനും നമ്മുടെ കുട്ടികളൊക്കെ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ടാവും. എങ്ങനെ ആ ലെവൽ ഒരു കമ്പനികളിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒരു മിത്തായിട്ട് എടുക്കുക. ഈ പറഞ്ഞ കമ്പനികളൊക്കെ ആപ്ലിക്കൻസിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആ പെഡിഗ്രി ഇപ്പൊ IIT ലെവലിലെ സ്റ്റുഡൻസിനെയൊക്കെ ഫസ്റ്റ് ലെവൽ അടുത്ത സ്ക്രീനിങ് ലെവലിലേക്ക് കൊണ്ടുപോയെങ്കിൽ തന്നെ അതിനുശേഷം പിന്നീട് അവർക്ക് ഇന്റർവ്യൂസോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രോപ്പർലി അവരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി കോഡിംഗ് സ്കിൽസ്. അതായത് അവരുടെ കോമ്പിറ്റൻസ് അളക്കാനായിട്ട് ഇപ്പോഴും കോഡിംഗ് കോമ്പിറ്റൻസ് തന്നെയാണ് ഇപ്പോഴും ഈ പറഞ്ഞ പല കമ്പനികളും ചെയ്യുന്നത്. അപ്പൊ കോഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഗേറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ലിറ്റ്മസ് ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്നും റെലവെന്റ് തന്നെയാണ്. പക്ഷെ ജോലിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു റോളിന് പ്രസക്തി കുറഞ്ഞു എന്നുള്ള റിയാലിറ്റി ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ റിയാലിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് 15 ലക്ഷം 15 lakhs എഞ്ചിനീയേഴ്സ് ഓരോ വർഷം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 വർഷം
ഒരു 20 വർഷത്തെ പഠിച്ചിറങ്ങിയ എഞ്ചിനീയർമാരെ എല്ലാം കൂടെ കൂട്ടി നിർത്തി കഴിഞ്ഞാൽ ആലോചിക്കുക 1.5 മില്യൺ അല്ലെങ്കിൽ 15 lakhs into 20 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏകദേശം 3 കോടിയോളം എഞ്ചിനീയേഴ്സിനെയാണ്. അപ്പം ഒരു 10-20 വർഷത്തെ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിനെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കൗണ്ട് എത്തും. അപ്പൊ അത്ര വലിയ ഒരു കൗണ്ട് ആണ് എഞ്ചിനീയേഴ്സിനുള്ള. അപ്പൊ ഇത്രമാത്രം ജോലി നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അല്ലെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമില്ല. അത്രയും ജോബ് അല്ലെ അത്രയും നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറോ അല്ലെ പ്രൊഡക്ഷൻ സെക്ടറോ നമുക്ക് ഇല്ലാത്തത് കൊണ്ടും ഒരിക്കലും അത്രയും വലിയ നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പൊ പക്ഷെ ഇതിനകത്ത് അതാണ് ബാഡ് ന്യൂസ് അല്ലെ. അത്രമാത്രം കൗണ്ട് ഉണ്ട്, അത്ര വലിയ കോമ്പറ്റീഷൻ ഒക്കെ ആയിരിക്കും, ശരിയാണ്. പക്ഷെ ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള സർവീസ് ഇപ്പൊ ഈ നാസ്കോമിന്റെ ഉൾപ്പെടെയുള്ള സർവീസ് നടത്തിയപ്പോഴത്തേക്ക് ഇതിനകത്ത് അവർ പറയുന്നത് 85% സ്റ്റുഡൻസും എന്താണ് കംപ്ലീറ്റ് വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയബിലിറ്റി എന്നൊരു സംഗതി ഇല്ല, ജോലി കൊടുക്കാൻ കൊള്ളില്ല എന്നാണ് പ്രോപ്പർ സർവീസ് എംപ്ലോയബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ അളന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പൊ ഗുഡ് ന്യൂസ് ഇതാണ്, നിങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ആൾക്കാർ പലപ്പോഴും പലയിടത്തായിട്ട് ഈ പറഞ്ഞ കോമ്പറ്റീഷനിലുണ്ട്. ചിലര് ആദ്യം ഒരു ജോലി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വരുന്നവർ കാണും, പക്ഷെ പിന്നീട് വേറെ ചിലരും ജോലിക്ക് കയറിയതിനു ശേഷം പല രീതിയിലുള്ള സ്ട്രഗിൾസ് കാരണം ചിലപ്പോൾ ഒന്ന് കമ്പനി മാറാനോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിലവസരം നോക്കിയൊക്കെ വീണ്ടും സ്ട്രഗിൾ ചെയ്ത് എനിവേ ഞാൻ ഈ പറഞ്ഞ 20 വർഷത്തെ പലയിടത്തായിട്ട് ഈ പറയുന്ന ജോലി അന്വേഷിക്കുന്ന ജനങ്ങളുടെ വലിയ ഒരു പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ശതമാനം ആൾക്കാരും എന്താണ് എംപ്ലോയബിൾ അല്ല എന്നൊരു റിയാലിറ്റി കൂടിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യത്തിൽ അതിനെ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് എടുക്കുക, ഒരു കാര്യത്തിൽ ആസ്വദിക്കുക. എന്താണ്, ഇത്രയും വലിയ കോമ്പറ്റീഷൻ ഈ രാജ്യത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ വെറും 15% ആൾക്കാരോട് നിങ്ങൾ മത്സരിച്ചാൽ മതി, പ്രൊവൈഡഡ് യു ആർ പ്രിപ്പയറിംഗ് സീരിയസ്ലി. മനസ്സിലായി, നിങ്ങൾ അതിന്റെ സ്ട്രാറ്റജീസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് വെറും 15% ആൾക്കാരോട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. കാരണം ബാക്കിയുള്ളവരെ സംഭവം എങ്ങനെ ഒരു വഴിപാട് പോലെ ഈ കോഴ്സിനെ തീർത്തിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പോ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മിത്താണ്. കോഡിങ് കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുന്ന ആൾക്കാരെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. റീസെന്റ് ആയിട്ട് നമ്മൾ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സാർ ഇനി കോഡിങ്ങിന്റെ ആവശ്യമില്ല കാരണം AI ചെയ്തോളും എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളതാണ് കോഡിങ് റിമെയിൻസ് ദ ടോപ്പ് ലിറ്റ്മസ് ടെസ്റ്റ് ഫോർ റിക്രൂട്ട്മെന്റ്. അപ്പൊ അതുകൊണ്ട് കോഡിങ് പാടെ വിടുക എന്ന് പറയുന്നത് തീർത്തും ഒരു നല്ല തീരുമാനമായിരിക്കത്തില്ല. ഇനി ഈ പറഞ്ഞ പോലെ മറ്റ് ടിപ്സ്, നിങ്ങൾ കരുതുന്ന മറ്റ് ടിപ്സ് ഒരുപാട് നിങ്ങൾ കളക്ട് ചെയ്യുന്നു. ഇതുപോലത്തെ പ്രോഗ്രാംസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പല ടിപ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല എന്നൊരു റിയാലിറ്റി കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. കാരണം ഈ ടിപ്സ് മനസ്സിലാക്കുന്നതിനല്ല അതിന്റെ എക്സിക്യൂഷനിലാണ് എഫക്റ്റീവ്നെസ് വരിക എന്ന റിയാലിറ്റി മനസ്സിലാക്കാം. ഞാൻ കുറച്ചും ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇവിടെ ആദ്യം സ്കോർ ചെയ്യണം, ആദ്യം ഒരു നല്ല പോയിന്റ് പറയുന്ന ആൾക്കാണ് ഒരു മുൻഗണന എന്ന് പലപ്പോഴും നമ്മൾ പഴയ ഏതോ കൺവെൻഷണൽ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ കയറി ടോപ്പിക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു കൂവി പറയുന്ന ഒരാള് ഈസ് ഡെഫിനറ്റ്ലി ഇൻ എ ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് റിയാലിറ്റീസ് എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരു കോഴ്സ് കൊണ്ട് ചേർക്കുകയും പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ S3 എത്തുന്നു, S4 എത്തുന്നു, എലക്ടീവ് സബ്ജക്ട്സ് ഒക്കെ വരുന്നു. ആ ക്ലാസ്സിൽ പഠിക്കാൻ എളുപ്പമുള്ള ഒരു സബ്ജക്ട് കുറച്ചുപേര് എടുക്കും, കുറച്ചുപേര് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട് എടുക്കും, പ്രൊജക്ട് വരുന്നു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന്റെ കോപ്പി ചെയ്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊജക്ട്സിനെയോ അല്ലെങ്കിൽ എലക്ടീവ്സിനെയോ മൈനേഴ്സിനെയോ ഒന്നും കാണുന്ന സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ജോബ് മാർക്കറ്റ് ഇത്രമാത്രം ഡൈനാമിക്കും ഇത്രമാത്രം പിടി തരാതെ ഒരു ജല്ലിക്കെട്ട് കാള കിടന്ന് ചാടി കുതിരി പോകുന്നത് പോലെ ഈ ജോബ് മാർക്കറ്റിന്റെ ഡൈനാമിക്സ് നമുക്ക് പിടിതരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് AI എങ്ങനെ നമ്മുടെ വർക്ക് ഫ്ലോനെ ബാധിക്കും, AI എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും, ഏതൊക്കെ ജോലികൾ ഇല്ലാതാവാൻ പോകുന്നു, ഏതൊക്കെയാണ് കുതിച്ചു വരാൻ പോകുന്ന ഫീൽഡുകളെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും പല രീതിയിലും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് വരുമ്പോൾ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അവന്യൂസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടുവന്ന് നിങ്ങളൊരു പർട്ടിക്കുലർ കരിയറിന് വേണ്ടി ഓറിയന്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ 85% തൊഴിലില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ചെന്ന് അടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്തിനാ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷൻ പഠിച്ചിറങ്ങുന്നുണ്ട്, എല്ലാവർക്കും തൊഴിൽ കണ്ടെത്താൻ ഉറപ്പായിട്ടും സാധിക്കത്തില്ല. ഇനി മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യമായിട്ട് മാറുകയാണ്. നമ്മുടെ കോളേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വാട്ട് വി ക്യാൻ സീ ഈസ് ഫോർ ദ ലാസ്റ്റ് ഡെക്കേഡ് ദ മാസ് പ്ലേസ്മെന്റ് അതായിരുന്നു അവരെല്ലാവരും ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 100% പ്ലേസ്മെന്റ് എന്ന് എല്ലാ കോളേജുകളും പറഞ്ഞു വിളിച്ചു കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അതിലെ ഒരു 75% പ്ലേസ്മെന്റ്സും ദോസ് വേർ IT പ്ലേസ്മെന്റ്സ്, മാസ് പ്ലേസ്മെന്റ്സ്, മാസ് റിക്രൂട്ട്മെന്റ്. എന്താ മാസ് റിക്രൂട്ട്മെന്റിന്റെ പ്രശ്നം? മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ഒരു ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സീറ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വലിയ ഈ ഇൻഫോസിസ് ഒക്കെ വരുമ്പോൾ TCS ഒക്കെ വരുന്ന സമയത്ത്, വിപ്രോ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഈ സെലക്ഷൻ ആവുന്ന ആൾക്കാരുടെ ക്രൗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് സെല്ലിന്റെ അവിടെ CGPന്റെ അവിടെ ഏകദേശം ഒരു കല്യാണത്തിന് കൂടാനുള്ള അത്രയും ആളുകൾ, ഇവരെല്ലാം പ്ലേസ്ഡ് ആവുന്നവർ. അപ്പം അത്ര വലിയ റിക്രൂട്ട്മെന്റ്, മാസ് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നമ്മൾ അതിലൊരാളാവുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഗോസ് ടു ഷോ ദാറ്റ് എന്താ നമ്മളൊരു ചീപ്പ്, ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആണ്, ഒരു പ്രൊഫഷണൽ ആണെന്നാണ്. അങ്ങനെ ഒരു മാസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ റിക്രൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് ദ റിയലൈസേഷൻ വി മസ്റ്റ് ബി ഹാവിങ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് മാസ് റിക്രൂട്ട്മെന്റ് അവസാനിച്ചു എന്ന് പറയുന്നത് ഒരു മോശം കാര്യം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാസ് റിക്രൂട്ട്മെന്റ് ഇപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ കോളേജിൽ അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും 100% പ്ലേസ്മെന്റ് ആവുമായിരുന്നെങ്കിൽ ദാറ്റ് വോണ്ട് എൻഡ് അപ്പ് ഗുഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ ആദ്യം ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ മാറിപ്പോകും. കാരണം മാസ് റിക്രൂട്ട്മെന്റ് goes to show that the recruits are cheap, easily replaceable candidates എന്നാണ് അത് കാണിക്കുന്നത്. ഒരുപാട് പേരെ മാസമായിട്ട് എടുക്കുന്നെങ്കിൽ അതാണ് അതിന്റെ റീസൺ, അല്ലെ? അപ്പോ ഈ റിയാലിറ്റീസ് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അവന്യൂസ്, നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണ് റൈറ്റ് നോ? നിങ്ങൾ ബിടെക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്? നിങ്ങൾക്ക് ഒരു നല്ലൊരു കോളേജ്, ഒരു ക്യാമ്പസ് അവൈലബിൾ ആണ്. ആ ക്യാമ്പസിൽ കുറെ അധികം ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ വൈഫൈ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അവിടെ കുറെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അവിടെ എന്താ പറയാ, പല രീതിയിലുള്ള ഡിജിറ്റൽ ലൈബ്രറീസിന്റെ ആക്സസ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോളേജുകളിൽ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രി എക്സ്പോഷർ തരുന്ന പോലത്തെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും. വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ ഒരു ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ടായിരിക്കാം. IDC, IEEE പോലത്തെ സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ചുറ്റും കടന്ന് ഫ്ലോട്ട് ചെയ്യുന്ന കുറെ റിസോഴ്സസ് ആണ്. മനസ്സിലായില്ലേ? IEEE ഉണ്ട്, IDC ഉണ്ട്, കുറെ അധികം SI പോലത്തെ പല രീതിയിലുള്ള ക്ലബ്ബുകളും സൊസൈറ്റീസും നിങ്ങളുടെ ക്യാമ്പസുകളിൽ ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ചുറ്റും കാണുന്ന റിസോഴ്സസിനെ ഒക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം കാരണം ഇതിനെ ഓരോരോ ശകലങ്ങളായിട്ട് ഇതിനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ നാരോ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ പ്രയോജനം, അതിന്റെ ഫ്രൂട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എങ്ങനെ ചുറ്റുമുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല എന്ന അൺസർട്ടനിറ്റി ആണ് ഏറ്റവും സർട്ടൺ ആയിട്ടുള്ള കാര്യം റൈറ്റ് നൗ നിങ്ങളുടെ കാര്യത്തിൽ. കാര്യം മുന്നോട്ട് വരുന്ന പിള്ളേർ അവർ ഏത് ഫോക്കസ്, ഏത് ഏരിയയിലേക്ക് പോയി സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞു ഏറ്റവും ആ ഫീൽഡിലെ ഏറ്റവും വലിയ അധികാരി പോലും സംശയം ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം അൺസർട്ടൺ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഞാൻ ഓൺ എ ഡെയിലി ബേസിസ് ഒരുപാട് എക്സ്പേർട്സിനും പ്രൊഫഷണൽസിനോടും സംസാരിക്കുന്ന ആളാണ്. അപ്പം പലരും അവരുടെ ഡൊമൈൻസിനെ പറ്റി വളരെ ആശങ്കാകുലരാണ്, പല കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ നമ്മുടെ ടെക്നോ പാർക്കിൽ ഒരു പ്രൊഫഷണലായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത്, അവര് മുമ്പ് ഈ എയുടെ വരവിന് മുമ്പ് ഈ ആപ്പിന്റെയും അല്ലെങ്കിൽ വെബ് ഫീച്ചേഴ്സ് ഒക്കെ അവരെ ഏകദേശം ഒരു 2 ആഴ്ചയിൽ 2 ഫീച്ചറൊക്കെ വരെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരെ പിരിച്ചുവിട്ടു, ലേ ഓഫ് നടത്തി. ബാക്കിയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സെയിം കാലയളവിൽ 20-ലധികം ഫീച്ചേഴ്സ് ചെയ്യേണ്ടി വരും. അതായത് എയുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കോഡിംഗ് ഒരുപക്ഷെ ഫ്രീലി കൊടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാലും ഇതൊക്കെ റിവ്യൂ ചെയ്യേണ്ടത് ഇതേ ആൾക്കാരാണ്. അപ്പം റിസോഴ്സസിന്റെ എണ്ണം, അതായത് ഇത് വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് അവരുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും ബാക്കിയുള്ളവരുടെ ജോലി കൂടി എന്ന് വേണം പറയേണ്ടി വരും. അപ്പൊ എയ്ക്ക് ഒപ്പിച്ച് നിൽക്കേണ്ട ഒരു മാത്സര്യം അവർക്ക് വേണ്ടുന്ന അത് ഡിമാൻഡ് ചെയ്യുന്ന വർക്ക് എൻവയോൺമെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ക്യാമ്പസിൽ നിന്നുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ മുന്നോട്ട് ഞാൻ പറഞ്ഞു ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ആണ് മുന്നിൽ കാണുന്ന സർട്ടനിറ്റി, അല്ല മനസ്സിലായില്ല? മുന്നിൽ അൺസർട്ടനിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യം മാത്രമാണ് സർട്ടനിറ്റി എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ എക്സ്പേർട്സും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ കരിക്കുലം അല്ലെങ്കിൽ അവിടെ കോളേജിലെ പല വകയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മീനിങ് കൊണ്ടുവരാം. വി കുഡ് നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയും, അല്ലെ? അതായത് ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളിൽ ഒരു അലൈൻമെന്റ് ഉണ്ടെങ്കിൽ, if there is an alignment and if you could connect the dots, അതിനൊരു മീനിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിടെക്കിൽ സെമിനാർ ഉണ്ട്, അല്ലെങ്കിൽ മിനി പ്രൊജക്ട് ഉണ്ട്, നിങ്ങൾക്ക് എലക്ടീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് മൈനേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്, പുതിയ KTU സ്കീം അനുസരിച്ച് ഹോണേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട്, ഇതെല്ലാം കൂടെ തയ്ച്ചു വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സാധിക്കും. കാരണം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ മൈനർ എടുക്കാം, അല്ലെ? ഇലക്ട്രിക്കലിൽ ഒരാൾക്ക് സിവിലിലും പോയി മൈനർ എടുക്കാം. അപ്പൊ ഇതൊക്കെ വെച്ച് മുന്നോട്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ യുണീക്ക് ആയിട്ടുള്ള ചില റൂട്ട്സ് ആണ്. ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ആരും എത്തിപ്പെടാത്ത ചില ഇന്റർ ഡിസിപ്ലിനറി ഇന്റർസെക്ഷൻസ് ഇവിടെ സംഭവിക്കുക. അതായത് നമുക്കറിയാം
ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഫോർ ഇൻസ്റ്റൻസ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് സിവിൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആസ് വെൽ ആസ് ദ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഇവരൊക്കെ പലപ്പോഴും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് there will be definitely conflicts of interest. അതിനകത്ത് ഈവൻ ദ ആർക്കിടെക്ട് ഓൾസോ ആസ് വെൽ. ആർക്കിടെക്ട്സ് പറയുന്നിടത്തായിരിക്കത്തില്ല സിവിൽ എഞ്ചിനീയർ കൊണ്ടുവന്ന് കോളം വെക്കുന്നത്, ആർക്കിടെക്ട് പറയുന്ന ഷേപ്പിലായിരിക്കത്തില്ല സിവിൽ എഞ്ചിനീയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തെല്ലാം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് ഇഫ് there are people with hybrid skills, അങ്ങനെയുള്ളവരെ ഈ ഇൻഡസ്ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ they will be definitely priceless professionals. മനസ്സിലായി? അവരെ അറിയാം, അവരാണ് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒഴിവാക്കി, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് അതിന്റെ ആ ലോജിക് സെൻസ് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ഒരു ഡിസിസീവ് ആയിട്ട് സൈറ്റ് വർക്ക്സ് വളരെ ഒപ്റ്റിമൈസ്ഡ് മാനറിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും എലിജിബിലിറ്റി ഉള്ള പ്രൊഫഷണൽസ്. അപ്പം ഇത്തരം കോമ്പിനേഷൻസും ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസും നമ്മുടെ മുന്നിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡിങ് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അഹെഡ്. അപ്പൊ ഇതൊക്കെ ഇത്തരം ഓപ്ഷൻസ്, ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യണം. അതിന്റെ സാധ്യതകൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ അൺസർട്ടനിറ്റി നമ്മുടെ മുന്നിൽ ഒരു വലിയ എലഫന്റ് ഇൻ ദ റൂം ഈസ് ദ അൺസർട്ടനിറ്റി. മനസ്സിലായില്ലേ? ആരൊക്കെ വീഴാൻ പോകുന്നു, ആരൊക്കെ ഉയർന്നു വരാൻ പോകുന്നു എന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ, നമ്മൾ നമ്മുടെ ചതുപ്പിൽ നിൽക്കുന്ന പോലത്തെ സാഹചര്യത്തിൽ ദ എലഫന്റ് ഇൻ ദ റൂം അല്ലെ, അതാണ് ആ അൺസർട്ടനിറ്റി. ആ സാഹചര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ, അതായത് നമ്മൾ ഒരു യുണീക് സ്കിൽ, ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റാൻഡിങ് ഔട്ട് സ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ വിത്ത് ദ ഗിവൺ സെറ്റപ്പ്, വിത്ത് ദ ഗിവൺ സ്ട്രക്ചർ നമുക്ക് പറ്റുമെങ്കിൽ അതിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിനകത്തൊക്കെ ഒരു മീനിങ് ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം. സ്കിൽ സ്റ്റാക്കിംഗ്, ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്കിൽസ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പഴയ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അത്രമാത്രം അവന്യൂസ് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ നിങ്ങളെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എന്താണ്, ഇൻഫിനിറ്റ് ഓൺലൈൻ കോഴ്സസ്, ഡിജിറ്റൽ കോഴ്സസ് അല്ലെ, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ആ അവസരം നിങ്ങൾ ഒരു വലിയ കോമ്പിറ്റൻസോട് കൂടി അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്സ്കില്ലിംഗ് ചെയ്ത് അടുത്ത പ്രോസസ്സ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. കാരണം എന്താ, അതിവേഗം നമ്മൾ പഠിക്കുന്ന സ്കിൽസ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടു ഗോ ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ നമ്മൾ വളരെ ആക്റ്റീവും അലേർട്ടും ആയിരിക്കണം. സോ സ്കിൽ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫോക്കസ് ഏരിയ ആണ്. അത് കോളേജിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിലേക്ക് വരാം. പിന്നെ മൂവിങ് ഫോർവേഡ് എന്താണ്, മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ കണക്ടിങ് ദ ഡോട്ട്സ്, അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. ഓക്കെ, അപ്പൊ കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ അലൈൻമെന്റിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക. അതായത് നിങ്ങൾ S3 മൈനേഴ്സ് എടുക്കുമ്പോഴും, അതുപോലെ പിന്നീട് എലക്ടീവ്സ് എടുക്കുമ്പോഴും, അതുപോലെ എന്താണ് ഈവൻ ഇഫ് നിങ്ങൾ ഓണേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും മിനി പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നെങ്കിലും ഇതിനെല്ലാം ഒരു കോമൺ ഒരു പാത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ ഒരു പർട്ടിക്കുലർ അംബ്രല്ലയുടെ കീഴിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ പ്ലാനിന്റെ കീഴിലേക്ക് ഇതെല്ലാം ഒരു അലൈൻമെന്റിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസും നിങ്ങളുടെ മുന്നോട്ടുള്ള സ്പെഷ്യലൈസേഷനും ഒക്കെ ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധിച്ച് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവുകയും നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും വെച്ചിട്ട് ഒരു സ്റ്റാൻഡിങ് ഔട്ട് കാൻഡിഡേറ്റ് ആയിട്ട് വരികയും ചെയ്യും. മനസ്സിലായി? അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. ഈ അൺസർട്ടനിറ്റിയുടെ കാലത്ത് അല്പം ഒരു എന്താണ് വിവിഡായിട്ട് ഒരു കരിയർ പാത്ത് തെളിഞ്ഞു വരാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം കമ്പനീസിലെ ഡ്രീം റോൾസ് ചെയ്യുന്ന ആൾക്കാർ, യു ക്യാൻ ഫൈൻഡ് ദം അല്ലെ, അവർ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലെ. ഇന്നത്തെ കാലത്ത് ആർക്കും ആരെ പറ്റി അന്വേഷിച്ചെത്താം. അപ്പൊ വൺസ് യു ഫൈൻഡ് ദ പർട്ടിക്കുലർ റോൾ ദേ ആർ ഡൂയിങ്, അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, നിങ്ങൾ അസ്പയർ ചെയ്യുന്ന ഒരു റോളാണ് അതെങ്കിൽ ആ റോളിലേക്ക് എത്താനായിട്ട് അയാൾ എന്തൊക്കെ ചെയ്തു, ആ നാൾ വഴിയിൽ അയാൾ അതിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തു എന്നുള്ളത് വി ക്യാൻ ഡെഫിനറ്റ്ലി റിവേഴ്സ് എഞ്ചിനീയർ അല്ലെ. അയാൾ എന്ത് സ്പെഷ്യലൈസേഷൻ ആണ് ചെയ്തത്, എന്താണ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ ചെയ്തതെന്നുള്ളത് അയാളുടെ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ പലരെയും നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് അത് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ട് നമുക്കൊരു കരിയർ പാത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം അതുപോലെ അച്ചീവിങ് മോർ ഇൻ ലെസ് ടൈം, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്, ഈ ക്യാമ്പസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് മിനിമം സമയം കൊണ്ട് എങ്ങനെ ഒരു പർട്ടിക്കുലർ കരിയർ പാത്തിലേക്ക് എത്താം എന്നുള്ളത് എങ്ങനെയെന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഇന്നത്തെ കാര്യത്തിൽ, ടോക്കിലുള്ള ഫോക്കസുകൾ. ഓക്കെ, അപ്പം നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ഇതൊക്കെ തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. AI എന്ന് പറയുന്നത് എന്താ, ഒരു ബേസ് ലെവലിനെ ഉയർത്തിക്കളഞ്ഞു. നമുക്ക് ജോബ് റോൾസ് എല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു IIT NIT ടാഗിലുള്ളവരാണ് പലപ്പോഴും വലിയ കമ്പനികളിലൊക്കെ പ്രിഫർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ സാധാരണ കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത്. അപ്പൊ അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം, ഈ ചലഞ്ചസിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ, അതായത് ഒരു പ്രോബ്ലം നമ്മൾ കാണുമ്പോൾ പഴയ പോലെ അല്ല കാര്യങ്ങൾ സോൾവ് ചെയ്ത് വരുന്നതെന്നുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ മുമ്പ് കരിയർ പരമായിട്ട് കുട്ടികൾക്കുണ്ടാവുന്ന ഡൗട്ട്സ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് അവർ കാണുന്ന സൊല്യൂഷൻ ഒക്കെ ഒരുപാട്
റെവല്യൂഷണറി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം ഇതൊരു ചെസ് ബോർഡിലെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഇതൊരു ബന്ധമില്ലാത്ത സൊല്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസും അൺപ്രസിഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും ആണ് നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കേണ്ടിയും ചെയ്യേണ്ടിയും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ ഈ അൺസർട്ടനിറ്റി, ഈ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജല്ലിക്കെട്ട് കാളെ പോലെ കടന്ന് ചാടി മറിയുക, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ പ്ലാറ്റ്ഫോം, നിങ്ങളുടെ കോളേജ്, ആ കോളേജിൽ ആ കളരി അവിടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കിൽസ്, അത് സ്കിൽ സ്റ്റാക്കിംഗ് ചെയ്യുക, മാക്സിമം അപ്സ്കില്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ടെന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ അതൊരു പുതിയ ഗെയിമാണ് അല്ലെ, കാരണം ഹയറിംഗ് പാറ്റേൺ മാറിയിട്ടുണ്ട്, ഫീൽഡ്സ് ഡൈനാമിക് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇതൊരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോഴാണ് നമുക്ക് അല്ലെ, പല പല ചോയ്സസ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് വരിക. അസമയം ഒറ്റ ഓപ്ഷൻ ഉള്ളെങ്കിൽ അത് മാത്രം നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നിലോട്ടുള്ളത് ഒന്നെങ്കിൽ വൈറ്റ് കോളർ ജോബ്സ്, അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോബ്സ്, അല്ലെങ്കിൽ ന്യൂ കോളർ ജോബ് എന്ന് പറയും. അതായത് വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലറിക്കൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ ഉള്ള ജോലികളാണ്. ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി ചെയ്യുന്ന ജോലികളാണ്. പിന്നെ ന്യൂ കോളർ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ സ്കിൽ, ഇപ്പോഴത്തെ എന്താ പറയാ, ഇപ്പൊ സൈബർ സെക്യൂരിറ്റി, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീഷ് കോഴ്സ് ചെയ്ത് പെട്ടെന്ന് അതിന്റെ ഒരു എംപ്ലോയബിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് ജോലിയിലേക്ക് കയറുന്നതാണ് ന്യൂ കോളർ ജോബ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 റൂട്ടിലാണ് നിങ്ങൾ ജോലികൾ കണ്ടെത്താൻ പോവുക. അപ്പൊ ഈ 3 റോളില് പലരും ഓരോരോ റോളിലായിരിക്കും നിങ്ങൾക്ക് കംഫർട്ട്. ചിലർക്ക് വൈറ്റ് കോളർ ജോബ് മതി, ചിലർക്ക് ഫീൽഡ് തന്നെ വേണം, ചിലർക്ക് ന്യൂ കോളർ ജോബിന്റെ ആൾക്കാരാണ്, അവർ ആ നീഷ് ഏരിയസിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു, സ്പെഷ്യലൈസേഷനിലേക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഈ അൺസർട്ടനിറ്റി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് എക്സ്പേർട്സ് എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് വി ക്യാൻ ഡു ഈസ് എന്താണ്, നമ്മൾ ഈ 3-ൽ ഒരു ചോയ്സ് റൈറ്റ് നൗ ഇപ്പം എടുക്കരുത് എന്നുള്ളതാണ്. കാരണം നമുക്ക് മുന്നോട്ട് എന്താണ് ഇൻഡസ്ട്രിയിൽ ഈ AI റെവല്യൂഷൻ വന്ന് കുലുക്കാൻ പോകുന്നതെന്ന്, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ഇപ്പോൾ റൈറ്റ് നൗ നമുക്ക് 100% പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യു പീപ്പിൾ ആസ് ബിടെക് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഈ സമയത്ത് പരമാവധി സ്കിൽ സെക്യൂർ ചെയ്യുകയും മുന്നോട്ടൊരു സ്പെഷ്യലൈസേഷൻ, ഒരു പ്രോപ്പർ സ്പെഷ്യലൈസ് ഇപ്പോഴേ അതിന് തീരുമാനമാക്കണം എന്നല്ല പറയുന്നത്, പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സമയത്തോടു കൂടി നിങ്ങൾക്ക് എന്താ പറയാ, അപ്പം കുറച്ചുകൂടെ നമുക്ക് അപ്പം മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും, കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ബേസിസിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്പെഷ്യലൈസേഷനിലേക്ക് വരാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ഇപ്പോഴേ ഒരു പർട്ടിക്കുലർ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രീം മാത്രം നോക്കുന്നതിനെക്കാട്ടിലും, ഈ ഇമേജിൽ നിങ്ങൾ കാണുന്നത് യോഹാൻ ക്രൂയിഫ് എന്ന് പറയുന്ന ഒരു പഴയ നെതർലാൻഡ്സ് ഫുട്ബോൾ കളിക്കാരനാണ്. അപ്പൊ ഇദ്ദേഹം അതുവരെ ചരിത്രത്തിൽ എങ്ങും നെതർലാൻഡ്സിന്റെ ടീം ക്വാളിഫയർ പോലും ആയിട്ടില്ല വേൾഡ് കപ്പിൽ. ഇപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നെതർലാൻഡ്സിന്റെ ടീമിന് യാതൊരു റാങ്കിങ്ങിലും വന്നിട്ടില്ല, ആദ്യമായിട്ട് അവർ വേൾഡ് കപ്പ് കളിക്കാൻ വന്നതാണ്. പക്ഷെ ആ ആദ്യമായിട്ട് വന്ന ആ ടീമിനെ ഇദ്ദേഹം ഫസ്റ്റ് ചാൻസിൽ തന്നെ അദ്ദേഹം കളിച്ച് ജയിപ്പിച്ച് ഫൈനൽ വരെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു യൂണീക് സ്ട്രാറ്റജിയാണ് ഇവര് നടപ്പിൽ വരുത്തിയത്. അപ്പൊ ലോകം മുഴുവൻ അംഗീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തെ ഇന്നും കാണുന്നതിന്റെ കാരണം ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയാണ്. അപ്പൊ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടോട്ടൽ ഫുട്ബോളർ എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. ടോട്ടൽ ഫുട്ബോളർ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റും ഇത്രയും റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ടോട്ടൽ എഞ്ചിനീയർ എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് പലതും അപ്സ്കിൽ ചെയ്യാനായിട്ട്, പല രീതിയിലും അപ്സ്കിൽ ചെയ്ത് വരാനായിട്ട് നിങ്ങളെ കൊണ്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കരിയർ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ ഒരു പർട്ടിക്കുലർ ഒരു നാരോ റോഡിൽ ലിമിറ്റഡ് ആവാതെ ഇൻഡസ്ട്രിയിൽ വരുന്ന ഡൈനാമിക്സിനെ പ്രോപ്പർലി നമുക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യാനും മാക്സിമം അപ്സ്കില്ലിങ്, ഈ പറയുന്ന സ്കിൽ സ്റ്റാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കാനുമാണ് ഇപ്പോൾ ഏറ്റവും നല്ല അഡ്വൈസ് തരാൻ പറ്റും. അപ്പം കോളേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള വെബിനാറുകളൊക്കെ കണ്ടു കാണും, കുറെ അധികം ടൂൾസ് പരിചയപ്പെടുത്തി കാണും അല്ലെ. ഏതൊക്കെ ടൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള സ്പീക്കേഴ്സ് പരിചയപ്പെടുത്തി തന്നത്? ഒരുപക്ഷെ ഹൈബ്രിഡ് സ്കിൽ സെക്യൂർ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ മൈനേഴ്സ് അല്ലെ, മെക്കാനിക്കൽ നിന്നുകൊണ്ട് സിവിൽ പഠിക്കാം, സിവിലിൽ നിന്നുകൊണ്ട് ഇലക്ട്രിക്കൽ പഠിക്കാം, ഇലക്ട്രോണിക്സിൽ നിന്നുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ AML പഠിക്കാം. അപ്പൊ ഇങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി ഹൈബ്രിഡ് സ്കിൽ സെറ്റ്സ് അക്യൂർ ചെയ്യാന്നുള്ള ഒരു ടൂള്, അത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ ഫുട്ബോളർ എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും അറിയുന്ന ഒരാൾ, ഇലക്ട്രിക്കലും സിവിലും അറിയുന്ന ഒരാൾ, അപ്പൊ അത്തരം യുണീക്ക് സ്കിൽസ് ഉള്ള ഒരു പേഴ്സണൽ, ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് വളർന്നു വരാനായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത്തരം ടൂൾസ് നിങ്ങൾ ചൂസ് ചെയ്യാം.
പിന്നെ ഡെഫിനറ്റ്ലി ഇതും നിങ്ങൾ കേട്ട് കാണും, ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ ടോക്സ് വന്ന് കാണും, ബിൽഡിംഗ് ദ നെറ്റ്വർക്ക് അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സിറ്റുവേഷനെ മൊത്തത്തിൽ എന്താ ജോബ് മാർക്കറ്റിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴുള്ള അൺസർട്ടനിറ്റിക്ക് നമ്മുടെ മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ബിടെക്കിനെ പഠിക്കുമ്പോൾ തന്നെ റെഡിലി നമ്മളൊരു നാരോ റോഡ് ചൂസ് ചെയ്യാതെ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ പോസിബിൾ ഏരിയാസിലും നമുക്ക് അപ്സ്കില്ലിംഗ് ചെയ്യാം. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരത്തിൽ മൈനേഴ്സ്, ഓണേഴ്സ്, സെലക്ടീവ്സിനെ ഒക്കെ പ്രോപ്പർലി ഒന്ന് അലൈൻ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ നെറ്റ്വർക്സിന്റെ കാര്യം പലരും പറഞ്ഞാണ് അല്ലെ, സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അതുപോലെ എന്താണ് മറ്റ് അതർ കോളേജസിൽ നിന്നുള്ളവരും അലൂമിനീസും ഒക്കെ ആയിട്ടുള്ള പ്രോപ്പർ നെറ്റ്വർക്സും. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഫീഡിങ് ദ പാഷൻ അല്ലെ, അതായത് നിങ്ങളുടെ ഉള്ളിലെ പാഷൻ അത് പരമാവധി അത് ഫീഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് കോളേജിൽ പരമാവധി ഈവൻസ് അല്ലെ, അത്തരം ഈവൻസ് നിങ്ങൾക്ക് ഈവൻ പല സ്ഥാപനങ്ങളും എന്താണ് ഒരു ഐഡിയ പിച്ചിങ് വർക്ക്ഷോപ്പുകളോ അല്ലെങ്കിൽ ഐഡിയ പിച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് IDCയുടെ ഒക്കെ മുഖേന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാം. ഇതെല്ലാം പല രീതിയിലുള്ള ടൂൾസ് ആണ്, മനസ്സിലായി. നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഒരു ടൂളാണ്. നിങ്ങളുടെ പാഷനെ ഫീഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ പോയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്കിൽ ഇവോൾവ് ചെയ്ത് വരിക. അതിനകത്ത് തന്നെ ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. SAEക്കകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ചേർന്നാണ് ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പം അവർ കോമ്പറ്റീഷന് പോകുന്നത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ ഫീഡ് ചെയ്ത് നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ഹൈബ്രിഡ് സ്കിൽ സെറ്റ്സ് ഒക്കെ നിങ്ങളുടെ കോളേജിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ടൂൾസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. കാരണം അത് ഇനിഷ്യലി ഇപ്പൊ റൈറ്റ് നൗ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നില്ലെങ്കിലും ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി സ്കിൽ സെറ്റ്സ് നാളെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഡിമാൻഡ് ഉള്ള ഒരുപാട് കമ്പനീസും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ സീമെൻസ് പറയുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ അല്ലെ, സീമെൻസ്, ബോഷ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ. അതുപോലെ ബോയിങ് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ്, ഹൈബ്രിഡ് സ്കിൽസ് അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഈ മുമ്പൊരു സ്പീക്കർ എനിക്ക് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത ഒരു സ്പീക്കറിന്റെ ഒരു ടോക്കിൽ ഞാനൊരു അല്പം നേരം അറ്റൻഡ് ചെയ്ത സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഈ പറഞ്ഞ എന്താണ് നിങ്ങളുടെ പാഷനും അല്ലെ, നിങ്ങളുടെ പാഷനും നിങ്ങളുടെ സ്കില്ലും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡും എല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഒരു സ്പോട്ട് അല്ലെ, ഒരു ഇന്റർസെക്ഷൻ കണ്ടെത്തുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. അതുപോലെ ഈ ആപ്പിൾ ഒരിക്കൽ പുറത്താക്കിയ ആള് 1996 പുറത്താക്കിയ സ്റ്റീവ് ജോബ്സിനെ തിരിച്ചു വിളിച്ച ഒരു സാഹചര്യം നിങ്ങൾ കേട്ടിരിക്കും. ഇദ്ദേഹം അവിടുത്തെ ആ സമയത്ത് ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ, അവിടെ ആ സമയത്ത് ബാങ്ക്രപ്റ്റ് ആവാനിരുന്ന ആപ്പിളിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ സമയത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സ്റ്റീവ് ജോബ്സിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരികയും അദ്ദേഹത്തെ തിരിച്ച് അവരുടെ മേധാവിയാക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അതെന്താണ്, അദ്ദേഹം എന്താ ചെയ്തത്? കളത്തിൽ ഇല്ലായിരുന്ന സാഹചര്യത്തിലും പുറത്തായിരുന്നപ്പോഴും he was feeding the passion. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാരിറ്റി ഇല്ലാത്തപ്പോൾ, ഇപ്പൊ സ്റ്റീവ് ജോബ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആപ്പിളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടല്ല അല്ലെ, അവിടെ അദ്ദേഹത്തിന്റെ പാഷനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഇപ്പൊ ക്യാമ്പസിലുള്ളപ്പോൾ നിങ്ങളുടെ പാഷനാണ് ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനാണ് മെക്കട്രോണിക്സ്, നിങ്ങളുടെ പാഷനാണ് റോബോട്ടിക്സ് എങ്കിൽ ആ പർട്ടിക്കുലർ പാഷനെ ഫീഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നെറ്റ്വർക്സിനെ ബിൽഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സൂപ്പർ പവേഴ്സ്, അതായത് ഹൈബ്രിഡ് സ്കിൽ സെറ്റ് സെക്യൂർ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 4 വർഷം നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് വരാം. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ചുറ്റുമുണ്ട്. ഓക്കെ. അതുപോലെ പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മളുടെ കരിയറിന് ഹർഡിൽസ് കൊണ്ടുവരാം. ഉദാഹരണത്തിന് നിങ്ങളിൽ പലരും കോളേജിലെ പ്ലേസ്മെന്റിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. കോളേജിലെ പ്ലേസ്മെന്റ് ഭൂമിയിലെ സ്വർഗ്ഗമാണ്, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനപ്പുറത്ത് ഈ പറയുന്ന നമ്മൾ ഒരുപക്ഷെ എത്തിച്ചേരത്തില്ലെന്ന് കരുതുന്ന ലെവൽ, നമ്മൾ ഡ്രീം ലെവലിൽ കാണുന്ന കമ്പനികളിൽ പോലും നിങ്ങൾ അവിടെ എത്തിച്ചേരാനായിട്ട് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഔട്ട് ഓഫ് ബോക്സ് ആപ്ലിക്കേഷൻ, അതായത് ഔട്ട് ഓഫ് ബോക്സ് റൂട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പലപ്പോഴും ചില വാലിഡേഷൻസ്, ചില തേർഡ് പാർട്ടി വാലിഡേഷൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങൾക്ക് റൈറ്റ് നൗ കോളേജിലെ പ്ലേസ്മെന്റ്സ് കുറവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിലെ പ്ലേസ്മെന്റ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നിങ്ങളുടെ കഴിവിനൊത്തുള്ള ഒരു പ്ലേസ്മെന്റ് അല്ല, അത് ഒരു സീലിംഗിലാണ്. അതിന് താഴെയുള്ള കമ്പനികൾ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതിന് മേലെയുള്ള കമ്പനികളിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ IIT-യിലെ സ്റ്റുഡൻസ് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന, റിക്രൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കമ്പനികളിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അതിനും ചില സ്ട്രാറ്റജീസ് നിങ്ങളുടെ കോളേജിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതിലേക്ക് എങ്ങനെ വരാൻ പറ്റും?
ഈ പറഞ്ഞത് നിങ്ങളുടെ കോളേജ് ഒരു ലിമിറ്റഡ് ക്യാമ്പസ് ആണെങ്കിൽ പോലും, നിങ്ങളുടെ കോളേജിലേക്ക് വലിയ കമ്പനികളൊന്നും വരുന്നില്ലെങ്കിൽ പോലും, എങ്ങനെ നിങ്ങളുടെ അവിടുത്തെ പ്ലേസ്മെന്റ് യൂണിറ്റ് കംപ്ലീറ്റ് പരാജയമാണെങ്കിൽ പോലും എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സീലിങ്ങിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്താണ്? അതിന് വേണ്ടത് എന്താണ്? അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു 10 ലക്ഷം പേരൊക്കെ ഗൂഗിളിന്റെ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ സ്ട്രേറ്റ് ആയി 98% ആൾക്കാരെ അവർ പുറത്താക്കി കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്നത് പലപ്പോഴും ടോപ്പ് യൂണിവേഴ്സിറ്റീസിലെ ആൾക്കാർ മാത്രമായിരിക്കും. IITസും NITസോ അല്ലെങ്കിൽ MITയോ അല്ലെ, അതുപോലത്തെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫോർമൽ റൂട്ടിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്തള്ളപ്പെട്ട് പോകുന്നുവെങ്കിൽ അപ്പൊ നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് എവിടെയാണ്? അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് റൂട്ടിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന് ഞാനൊരു കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. 2002 നമ്മുടെ അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, കമ്പനി എന്ന് പറയുന്ന സിനിമ, മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ചന്തു എന്ന മറ്റുള്ള ഒരു റോളാണ്. അപ്പൊ അതൊരു റൗഡി റോളാണ്. ഈ റോളിലേക്ക് ആദ്യം വിവേക് ഒബ്റോയിനെ കാസ്റ്റ് ചെയ്യാൻ നേരം രാം ഗോപാൽ വർമ്മ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു ചോക്ലേറ്റ് പയ്യനാണല്ലോ, നീ ഇത്തിരി വലിയ ഗ്ലാമറും സുന്ദരനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, നിനക്ക് ഈ റോള് പറ്റില്ല, ഇത് വളരെ ഹാർഷ്, വളരെ റൗഡി ലെവലിലുള്ള ഒരാൾക്കാണ് ഈ ജോലി, ഞങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ റോള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നീ പൊക്കോ, നീ പോയിട്ട് വാ, നിനക്ക് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാല് വേറെ എന്തെങ്കിലും റോൾ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഈ സ്റ്റോറി ഒരു പക്ഷേ കേട്ടിരിക്കും അല്ലെ. അപ്പം വിവേക് ഒബ്റോയ് ചെയ്തത് വാട്ട് ഹി ഡിഡ് വാസ് ഹി വെന്റ് സ്ട്രേറ്റ് അവേ ഹി വെന്റ് ടു ദ സ്ലംസ്. ബോംബെയിലെ ചേരികളിലേക്ക് പോയി. അവിടെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിൽ ഒരു റൂം വാടകയ്ക്ക് എടുത്തു. അവിടെ രണ്ടാഴ്ച അദ്ദേഹം ഈ പറഞ്ഞ പോലെ എലിയുടെ കടി കൊണ്ട് അല്ലെങ്കിൽ തറയിൽ ഉറങ്ങി അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പറഞ്ഞ 2 ആഴ്ചയും ഒരു നല്ല കുളി പോലും കുളിക്കാതെ അദ്ദേഹം ജീവിച്ചു. അപ്പൊ ആക്ച്വലി ആ ചേരിയിലെ ഒരു യഥാർത്ഥ കഥാപാത്രം ജീവിക്കുന്ന എങ്ങനെയെന്ന് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാനും അദ്ദേഹം അത് ചെയ്തിട്ട് അടുത്ത ദിവസം സ്ട്രൈറ്റ് അവേ ഇദ്ദേഹം രാം ഗോപാൽ വർമ്മ താമസിക്കുന്ന ഹോട്ടലിലെത്തി അവിടെ ഒരു വലിയ ബഹളം ഉണ്ടാക്കുകയും എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കാസ്റ്റിംഗ് ഷീറ്റുകളും കാര്യങ്ങളും എല്ലാം രാം ഗോപാൽ വർമ്മയുടെ അവിടുത്തെ അസിസ്റ്റൻസിനൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഒരു വലിയ സീൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അൾട്ടിമേറ്റ്ലി പുള്ളി പറഞ്ഞു, 2 ആഴ്ച മുമ്പ് നിങ്ങൾ ചോക്ലേറ്റ് കുമാരൻ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞപ്പോ ആ മൊമെന്റിൽ തന്നെ ഇവനെ കാസ്റ്റ് ചെയ്യണം എന്ന് രാം ഗോപാൽ വർമ്മ തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ കരിയർ ബ്രേക്ക് ത്രൂ ആണ് അല്ലെ. അതായത് ഒരിക്കലും ചേരാത്ത ഒരു റോൾ എന്ന് പറഞ്ഞു വിട്ടതാണ്. നമ്മൾ നേരത്തെ സ്റ്റീവ് ജോബ്സിന്റെ കാര്യവും കണ്ടു. പുള്ളിയെ ഇൻഡസ്ട്രിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലായില്ല, ഈ അൺസർട്ടനിറ്റി ഒക്കെ ചുറ്റും ഉള്ളപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ പ്ലേസ്മെന്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകേണ്ടി വന്നെങ്കിൽ പോലും നിങ്ങൾ യു കീപ് ഫീഡിങ് യുവർ പാഷൻ. അത് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി എങ്ങനെ ഫണ്ടിങ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഒത്തിരി സൈഡ് ഹസിൽസും ഒരുപാട് റിസ്ക്സും ഒക്കെ നിങ്ങൾക്ക് പലതും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ വേറെ പല വെബിനാറുകളിലും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓണ്ടർപ്രണർഷിപ്പ് റൂട്ടിൽ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഐഡിയ പിച്ചിങ്ങിന് പോലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു സ്റ്റാർട്ടപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനും ഒക്കെ പോലെ ഒരുപാട് അവസരങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ച കളരി എന്ന് പറയുന്ന ആ തറ കോളേജ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളത് റിയലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പാഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ, നിങ്ങളുടെ പാഷനെ ഫീഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും മിനിമം എക്സ്പെൻസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. അപ്പൊ അതുപോലെ പല രീതിയിലുള്ള പബ്ലിക്കേഷൻസും ലൈസൻസും മെമ്പർഷിപ്പുകളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും മിനിമം കോസ്റ്റിലോ ഫ്രീ ഓഫ് കോസ്റ്റിലോ ഒക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേണം നിങ്ങൾ ഈ സ്കിൽ സ്റ്റാക്കിംഗ് ചെയ്യാൻ, നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ പാഷനെ ഫീഡ് ചെയ്യാൻ. നിങ്ങൾ അവിടെ കോളേജിൽ കാണുന്ന എല്ലാ കമ്മിറ്റികളും IEEO IDCO SIA എന്തോ ആയിക്കോട്ടെ, എല്ലായിടത്തും ചെന്ന് നിങ്ങളുടെ ആവേശം നിങ്ങൾ അത് ചാനൽ ചെയ്യാനും നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാതെ, ക്ലാസിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാതെ, ഞാൻ പറഞ്ഞു നമ്മളെ വിഴുങ്ങാനിരിക്കുന്ന ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലെ, നമുക്ക് അറിയില്ല എങ്ങോട്ടാ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലായിടത്തും നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിനകത്തുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി. ആ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ രീതിയിലും ആ പ്ലാറ്റ്ഫോമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ കോൺഫിഡൻസ് വളരുകയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ ഒരു അടുത്ത ലെവലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അവിടുത്തെ ആ കളരിയിൽ കിട്ടാവുന്ന എല്ലാ ടൂൾസും, അവിടെ കിട്ടാവുന്ന എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ ഇത് ഞാനിപ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ
സ്ട്രാറ്റജി നേരത്തെ ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലാത്തവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ എല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച സ്ട്രാറ്റജി. ഓക്കെ, കാരണം ആ വ്യക്തി പൂർണ്ണമായിട്ടും സ്വയം കണ്ടെത്താത്തടത്തോളം, സ്വയം മനസ്സിലാക്കാത്തടത്തോളം അയാളുടെ മുന്നിൽ ഇത് തന്നെയാണ് ഓപ്ഷൻ, ഇത് തന്നെയാണ് മികച്ച ഓപ്ഷൻ. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈൻ ലൈനായിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർസ്യൂ ചെയ്യാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോളേജിന്റെ സാധ്യതകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തേർഡ് പാർട്ടി വാലിഡേഷൻ. അതായത് നിങ്ങൾക്ക് ഹാക്കത്തോൺസും സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഒക്കെ ഈ പറയുന്ന കോളേജ് എന്ന് പറയുന്ന കളരിയിൽ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ അവൈലബിൾ ആവുക, അല്ലെ? അതായത് ഒരുപാട് കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിവുണ്ടായിരിക്കും. എനിക്കൊന്നു പ്രീവിയസ് വെബിനാറുകളിൽ നിങ്ങൾ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്തിരിക്കും. ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ഗിറ്റ്ഹബും ലീഡ്കോഡും ഹാക്കർ എർത്തും ഹാക്കർ റാങ്ക് പോലത്തെ അവന്യൂസിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. ഗൂഗിളിന്റെ കാഗിളിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്, അല്ലെ, GSOC പോലെയുള്ള പ്ലാറ്റ്ഫോംസിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനും ഹാക്കത്തോൺസ് പോലത്തെ ഈവൻസിലൊക്കെ പോയി അല്ലെങ്കിൽ മറ്റു കോളേജുകളിലെ ഈവൻസിനൊക്കെ പോകാനും ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കോളേജിൽ നിൽക്കുമ്പോഴാണുള്ളത്. അപ്പൊ അത് മാക്സിമം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. IIT NIT ടാഗുകൾ, അല്ലെ, ഒരു വലിയ പ്രിഫറൻസ് പല സ്ഥാപനങ്ങളും കൊടുക്കും. പക്ഷെ അല്ലാതെ വരുന്നവർക്ക് ഉള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ആണ് ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി വാലിഡേഷൻസ്. നിങ്ങൾ ഈ ഗൂഗിൾ കാഗിളിന്റെ മാസ്റ്ററോ ഗ്രാൻഡ് മാസ്റ്ററോ ലെവലിൽ എത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലീഡ് കോഡ് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കുക, മാക്സിമം ഈ പറഞ്ഞ പോലെ കോഡിംഗ് സ്കിൽസും ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസും എല്ലാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ ഗിറ്റ്ഹബിനകത്ത് നിങ്ങളുടെ പ്രൊഫൈലിന് കൃത്യമായിട്ട് നിങ്ങളുടെ യാത്ര കൃത്യമായ ട്രാക്ക് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ കൃത്യമായ ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് വിൽ ബി എ തേർഡ് പാർട്ടി വാലിഡേഷൻ. ഞാൻ എല്ലായ്പ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകൾക്കും ഒക്കെ മാക്സിമം അപ്ലൈ ചെയ്യണം, ഇന്റേൺഷിപ്പുകളൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യണം, അല്ലെ? കാരണം എന്താ, അതിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ടു ഷോ ദാറ്റ് യു ഹാവ് ക്ലിയർഡ് എ പർട്ടിക്കുലർ ലെവൽ, അല്ലെ? കുറെ അധികം പേരെ നിന്ന് സ്ക്രീൻ ചെയ്തിട്ട് അതിനകത്ത് അടുത്തടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചെങ്കിൽ സംവേർ സംഹൗ നിങ്ങളിൽ എന്തോ ഉണ്ട്, അല്ലെ? അതിനകത്തൊരു ഡിസർവിംഗ് കാൻഡിഡേറ്റ് ആണ് എന്ന് നിങ്ങൾ തെളിയിച്ചു നേരത്തെ. അപ്പം ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ചെയ്യുമ്പം ഒരു വാലിഡേഷൻ ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേച്ചറിന് കിട്ടുന്നത്. അപ്പൊ അത്തരം വാലിഡേഷൻസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് പലയിടത്തും ജോലിക്ക് അപേക്ഷിക്കാം. ദാറ്റ് നീഡ് നോട്ട് ബി ഫോർമൽ ആപ്ലിക്കേഷൻസ്. ഞാൻ പറഞ്ഞത് ഒരു കമ്പനിയുടെ CTO-യിലേക്കോ അല്ലെങ്കിൽ CEO-യിലേക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽസ് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് ഒക്കെ അയച്ചു കൊടുക്കാം. അപ്പൊ അവിടെ സ്റ്റാൻഡിങ് ഔട്ട് ആയിട്ട് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെ, ഈ പറഞ്ഞ തേർഡ് പാർട്ടി വാലിഡേഷൻ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് IT ടാഗ് ഇല്ല, നിങ്ങൾക്ക് NIT ടാഗ് ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കാഗിൾ ഗ്രാൻഡ് മാസ്റ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗിറ്റ്ഹബിലെ നിങ്ങളുടെ പ്രൊഫൈൽ അത്ര ഇംപ്രസീവ് ആണ്, അല്ലെങ്കിൽ ലീഡ് കോഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ് അത്രമാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രസൻസിൽ നിങ്ങൾ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റൂട്ടില് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ ടോപ്പ് ഓർഗനൈസേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്താമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം ഓരോരോ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ കൂട്ടത്തില് വരിയായിട്ട് പലതും പറഞ്ഞ കൂട്ടത്തില് ഞാൻ പറഞ്ഞു, ഒന്ന് ഒരു കരിയർ അലൈൻമെന്റ് ചെയ്യാനായിട്ട് എലക്ടീവ്സും മൈനേഴ്സും ഓണേഴ്സും ഒക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ സൊസൈറ്റീസ് അല്ലെങ്കിൽ കമ്മിറ്റീസ്, അല്ലെ, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ക്ലബ്ബുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ പാഷനെ ഡ്രൈവ് ചെയ്ത അല്ലെങ്കിൽ പാഷനെ ഫീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒരു അൺസർട്ടനിറ്റി മുന്നിലുണ്ടെങ്കിൽ അത്തരത്തിൽ പാഷനെ ഫീഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അൾട്ടിമേറ്റ്ലി എ പോയിന്റ് വിൽ കം. നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യേണ്ട ഒരു പോയിന്റ് നിങ്ങൾ എത്തും. അതായത് ആ പാഷനെ ഫീഡ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ടൂൾസ് എല്ലാം നിങ്ങൾക്ക് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, അവന്യൂസ് എല്ലാം നിങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഒരു വെളിച്ചം തരും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏത് ടോപ്പ് ലെവൽ കമ്പനീസിലേക്ക് നിങ്ങൾക്ക് ഇടിച്ചു കയറി ചെല്ലാൻ, അതായത് വിവേക് ഒബ്രോയി ആ ഹോട്ടലിൽ ഇടിച്ചു കയറി ചെന്നെന്ന് പറഞ്ഞ പോലെ ഒരു ഫോർമൽ റൂട്ടിൽ അല്ലാതെ നിങ്ങൾക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് സമ്പാദിക്കാൻ പറ്റും ത്രൂ ദിസ് തേർഡ് പാർട്ടി വാലിഡേഷൻസ് ഓൺ വെബ്സൈറ്റ്സ് ലൈക്ക് ഹാക്കത്തോൺസ്, ഹാക്കർ റാങ്ക് അല്ലെ പോലെയുള്ള വെബ്സൈറ്റുകളിലും അതുപോലെ ഗൂഗിൾ കാഗിളും, അല്ലെ, GSOC ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം പോസിബിൾ ആണ്. ഇതെല്ലാം നിങ്ങളുടെ കരിയർ സ്ട്രാറ്റജിയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഞാൻ പല കാര്യങ്ങളായിട്ടാണ് മെൻഷൻ ചെയ്തത്. നമുക്ക് അവസാനം ഇതെല്ലാം ഒന്ന് ചാനൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ മറ്റു കാര്യങ്ങൾ, അല്ലെ, സോഫ്റ്റ് സ്കിൽസിനെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ ക്ലാസ്സുകൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇതെല്ലാം
ആ സ്ട്രാറ്റജിയിലെ ക്ലീഷേ ഡയലോഗുകളാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനകത്തോട്ട് പോകുന്നില്ല. സോഫ്റ്റ് സ്കിൽസ് ഫോർ ഷുവർ യു നീഡ് സോഫ്റ്റ് സ്കിൽസ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്ര സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ് അത്ര നല്ലതായിരിക്കണം, അല്ലേ? കാരണം ഒരു കമ്പനിയിൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടുത്തെ ടീമിനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കാം നിങ്ങൾ. അപ്പൊ ആ ഒരു റിക്രൂട്ട്മെന്റ് ഫുൾഫിൽ ആവണമെങ്കിൽ എന്താ പറയാ, ഫോർ ഷുവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരാളെ ആരും റിക്രൂട്ട് ചെയ്യില്ല, അല്ലെ? പല പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ദാറ്റ് വോണ്ട് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് വെരി അഡ്ജസ്റ്റൻ ഫോർട്ട്നൈറ്റ്. ഒരാഴ്ച 2 ആഴ്ച മുമ്പ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയിട്ട് കാര്യമില്ല. വാട്ട് യു മസ്റ്റ് ബി ഡൂയിങ് ഈസ് യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. നിങ്ങളുടെ ക്ലോസ് സർക്കിളിനകത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും സർവ്വസമയവും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആക്ച്വൽ കരിയറിനെ പറ്റിയുള്ള സീരിയസ് ഡിസ്കഷൻസ് ഉണ്ടാവുകയും അത് ആൻഡ് ദാറ്റ് ടു ഇഫ് യു കുഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പ്രോപ്പർ ലാംഗ്വേജ്, എങ്കിൽ നിങ്ങൾ അത് ഡേ ടു ഡേ ബേസിസിൽ അത് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതൊരു വലിയ ഇമ്പ്രൂവ്മെന്റ് അല്ലെ ഗ്രാജുവലി നിങ്ങൾക്ക് തരും. അപ്പോൾ പ്ലേസ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈക്രോ ലെവൽ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ കോളേജിലെ എല്ലാ അവന്യൂസും എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അഗ്രിഗേറ്റ് വരുമ്പോൾ നിങ്ങളൊരു വളരെ നല്ല കാൻഡിഡേറ്റ് ആയിട്ട് മാറും അൾട്ടിമേറ്റ്ലി. മനസ്സിലായില്ലേ? അപ്പം ഈവൻ യാതൊരു ഐഡിയയും കരിയറിനെ പറ്റി ഇല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ അഗ്രിഗേറ്റ് കയറി വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അല്ലെ? ആ ക്യാമ്പസിനെ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തു. മൈനേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. മൈനേഴ്സ്, ഓണേഴ്സ്, അല്ലെ? അല്ലെങ്കിൽ എലക്ടീവ്സ്, ഇത് അതിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ, അതിന്റെ അലൈൻമെന്റ്, മിനി പ്രോജക്ട്, അല്ലെ? അതൊരു MVP-യിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ സെമിനാറുകൾ ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഒരു സെമിനാറും ഒരു മിനി പ്രോജക്റ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് അലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി പെടേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ്. സ്കോളർഷിപ്പുകള്, ഗ്രാന്റുകളെ പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ കോളേജ് ഇപ്പൊ റൈറ്റ് നൗ നിങ്ങൾക്ക് കിട്ടിയ ഗ്രൗണ്ടാണ്, അല്ലെ? നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭ്യസിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാനൊക്കെ ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന റൈറ്റ് നൗ ഇറ്റ്സ് യുവർ കോളേജ്. ഇനി വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റേജ്? അത് കഴിഞ്ഞും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്ലേസ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ, ഞാൻ പറഞ്ഞു ക്ലാരിറ്റി കിട്ടാത്ത സ്റ്റേജിലും നിങ്ങൾ ആ ഒരു ഏരിയയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി എ സ്റ്റേജ് വിൽ കം. എന്താണ്, നിങ്ങൾക്ക് ഒരു ലൈറ്റ് വരും. അതായത് എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കുറെ കാലം, ഞാൻ പറഞ്ഞില്ലേ, കൂട്ടുകാര് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ പിയർ ഗ്രൂപ്പ്സിൽ നിങ്ങൾ ഈ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കോർ സബ്ജക്ട്സിൽ ഉണ്ടാകുമ്പോൾ അതൊരു മേജർ ഡിഫറൻസ് ആണ്. ബിടെക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ബിടെക് പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് ആക്ച്വലി നമ്മളൊരു സീരിയസ് ലെവലിൽ ഈവൻ ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഫീൽഡിനെ പറ്റിയൊക്കെ പ്രോപ്പർലി സംസാരിച്ചു തുടങ്ങിയത്. അപ്പം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ഇപ്പോഴേ നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി വരും. ആ ജോബ് മാർക്കറ്റ് എത്ര ഡൈനാമിക് ആന്ന് പറഞ്ഞാലും, എത്ര ചാടി കളിക്കാന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ആ ജോബ് മാർക്കറ്റിൽ ഒരു പ്രോപ്പർ പ്ലേസ്മെന്റിലേക്ക്, ഒരു പ്രോപ്പർ ഓറിയന്റേഷനിലേക്ക് വരാനായിട്ട് നിങ്ങൾ അതിനകത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, കൂടുതൽ അപ്സ്കില്ലിംഗ് ചെയ്യുമ്പോൾ, ഈ പറയുന്ന സ്കിൽ സ്റ്റാക്കിംഗ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റൂട്ട് സ്പെഷ്യലൈസേഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ സ്പെഷ്യലൈസേഷൻ, പലരും പറയും സാറേ എനിക്ക് എംടെക് താല്പര്യമില്ല, കൂടുതൽ പഠിക്കാൻ താല്പര്യം. പക്ഷേ അത്തരം ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് യു എന്താണ് ഐ ബഫർ ടൈം, വീണ്ടും ഒരു ബഫർ ടൈം കിട്ടുക. ഒരു 2 വർഷം നിങ്ങൾ ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എംടെക്കിന് പോയി കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിടെക്കിന് നിങ്ങൾ പഠിക്കുന്ന കോളേജിനെക്കാട്ടിലും ഫാർ ബെറ്റർ ഒരു ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് എംടെക്കിന് എത്താൻ പറ്റും. കാരണം അതങ്ങനെയാണ്, അല്ലേ? ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. മാത്രമല്ല നിങ്ങൾ ഗേറ്റിന് മത്സരിക്കുന്നത് നിങ്ങളുടെ സ്ട്രീമിലുള്ള ആൾക്കാരോട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എംടെക് ലെവലിൽ NIT-ലോ IIT-ലോ പോകാൻ പറ്റും. അതായത് ബിടെക്കിന് IIT കയറുന്നതിനേക്കാളും എളുപ്പമാണ് എംടെക്കിന് IIT കയറുന്നത്. അപ്പൊ അടുത്ത ലെവലിൽ നിങ്ങൾ അങ്ങനെ സ്പെഷ്യലൈസേഷൻ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക്ക് വീണ്ടും ഒരു അടുത്ത ലെവൽ മീനിങ് വരികയാണ്. നിങ്ങൾക്ക് അല്പം കൂടെ ഒരു ബഫർ സോൺ കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക്, അതായത് നിങ്ങൾ 4 വർഷത്തിന് ശേഷം ആക്ച്വൽ കരിയർ, ഇപ്പം ഇലക്ട്രോണിക്സുകാർ VLSI-ലേക്ക് പോകണോ, എംബഡഡ് സിസ്റ്റത്തിലേക്ക് പോകണോ, ഇപ്പം മെക്കാനിക്കലുകാര് മെക്കട്രോണിക്സിലേക്ക് പോകണോ, റോബോട്ടിക്സിലേക്ക് പോകണോ, തെർമലിലേക്ക് പോകണോ, ഓട്ടോമൊബൈലിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളത്, ഈ പറയുന്ന ഇതെല്ലാം അവന്യൂസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം, ബിടെക്കിന് ശേഷം ആ ഒരു പോയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ലെവലിൽ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴേ നമ്മൾ പറയുമ്പം ഈ പറയുന്ന ഒരു അൺസർട്ടനിറ്റി അത് നമുക്കൊരു ക്ലാരിറ്റി തരില്ല. കാരണം 4 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പിള്ളേർ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 4 വർഷത്തിന് ശേഷം ആ ഫീൽഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല.
അല്ലെ? ആ ഫീൽഡിന്റെ റെലവൻസിനെ പറ്റി നമുക്ക് അറിയത്തില്ല, ആ സമയത്ത് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് അറിയത്തില്ല. അപ്പോ ആ സമയത്ത് എത്രമാത്രം ജോബ് ക്രിയേഷൻ ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഓപ്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞു, അത് നിങ്ങളെ ഒരു സേഫ് ഷെൽട്ടറിൽ വീണ്ടും തുടരാൻ അനുവദിക്കുന്നു. ഗേറ്റ് പോലത്തെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാഗ് മാറും, IIT ലെവലിലേക്ക് ടാഗ് വരികയാണ്. ഇനി നിങ്ങൾ IIT-യിലൊക്കെ, ഈവൻ IIT പാലക്കാടൊക്കെ പോയി അന്വേഷിച്ച് നോക്കുക. അവിടെ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ അന്വേഷിച്ചപ്പോൾ വളരെ ടോപ്പ് കമ്പനീസ് ഒക്കെ വന്നിട്ട് അവിടെ പ്ലേസ്മെന്റ് എടുക്കുന്നുണ്ട്. NVIDIA ഒക്കെ, ക്വാൽകോമിന്റെ ഒക്കെ പ്ലേസ്മെന്റ്സ് അവിടെ നടന്നു. അപ്പം M.Tech-ന് ആകെ 10-12 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ B.Tech ലെവലിൽ പ്ലേസ്മെന്റ് കിട്ടിയാലും ഇല്ലെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, M.Tech ലെവലിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഒരു IIT ടാഗ് കിട്ടുകയും ചെയ്യുകയാണ്. അവിടുത്തെ ആകെ 12 പേരോട് മത്സരിച്ചാൽ മതി. ഒരുപക്ഷെ ഈ ക്വാൽകോം NVIDIA ഒക്കെ വന്നിരിക്കുന്നത് ഒരു 4-5 പേരെ എടുക്കാനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/12 അല്ലേ? അപ്പം ആ പ്രോബബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്ര വലിയ പ്രോബബിലിറ്റി ആണ് നിങ്ങൾ അവിടെ സെലക്ടഡ് ആവാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾക്കൊരു IIT ടാഗ് കിട്ടുന്നു, നിങ്ങൾക്ക് അടുത്ത ലെവൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡ്രീം കമ്പനിയാണ് കാണുന്ന ഒരു കമ്പനിയിലേക്ക്, ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. അപ്പം M.Tech ലെവലില് ആ സ്പെഷ്യലൈസേഷൻ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ്, ആകെപ്പാടെ 2 വർഷത്തെ ഒരു ഡ്യൂറേഷനെ വരുന്നുള്ളൂ. പക്ഷെ B.Tech-ൽ ആദ്യമേ നമുക്ക് ഈ പറഞ്ഞ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമാണെന്ന് മാത്രം കരുതിയാൽ മതി. ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഫൈനൽ ഇയറിൽ എന്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഇപ്പൊ കിട്ടിയാൽ പോലും കാര്യങ്ങൾ വീണ്ടും മാറാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാമ്പസിൻ്റെതായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനൽ ഇയറിലേക്ക് എത്തുകയും ആ സമയത്ത് ഒരു സ്പെഷ്യലൈസേഷൻ ഡിസിഷനിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റൂട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പം ബെറ്റർ പ്ലേസ്മെന്റ്, ബെറ്റർ ക്യാമ്പസ്, ബെറ്റർ ടാഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 4+2 6 ഇയേഴ്സിൽ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ഫീഡിങ് ദ പാഷൻ, നിങ്ങൾ അത് ബിൽഡ് ചെയ്ത് നിങ്ങളെ സ്വയം ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇറീപ്ലേസബിൾ അല്ലെ ഒരു പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതാണ് ഇഗ്നോറബിൾ കോൺട്രിബ്യൂഷൻസ്. ഞാൻ പറഞ്ഞു, ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ അവിടെ നിങ്ങളെ എളുപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആയിരിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ പോലും അതിന് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം യു മസ്റ്റ് ഓൾവേസ് ക്വസ്റ്റ്യൻ ദ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി എന്താണ്? അത് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അത് ചീപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? അതിനകത്ത് ഈസിലി ഞാൻ റീപ്ലേസബിൾ ആവും. അപ്പൊ അത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അടുത്ത ലെവലിൽ M.Tech പോലെ ഒരു സ്പെഷ്യലൈസേഷനിലേക്കൊക്കെ എത്തുന്നതായിരിക്കും അതിനകത്ത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഇത് ഞാൻ ഈ പറയുന്ന ഒരു ജനറൽ കേസാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തവര്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തവര്, അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ അതിനെ ബിൽഡ് ചെയ്തെടുക്കാം. പക്ഷെ അതല്ല, ചിലർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ അതനുസരിച്ച് മോൾഡ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അവർക്ക് അതനുസരിച്ചുള്ള ഒരു റൂട്ട് ഓൾറെഡി അവൈലബിൾ ആണ്. സംഹൗ ദേ ഹാവ് ആൻ എഡ്ജ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് ആ ഒരു റൂട്ടിൽ ഉണ്ടെങ്കിൽ അവർ അതിലേക്ക് പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അതില്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്പെഷ്യലൈസേഷൻസ്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷനിലേക്ക് എത്തുമ്പോഴും വീണ്ടും ഞാൻ പറഞ്ഞു, സൈഡ് ഹസിൽസ്. ഞാൻ ഈ IIT പാലക്കാടിലെ ഞാൻ റീസെന്റ് അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യം അന്വേഷിക്കാൻ അവിടുത്തെ ചില സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചപ്പോൾ അവിടുത്തെ ഈ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ സ്റ്റുഡൻസ് മിക്കവരും തന്നെ ഒരു സൈഡ് ഹസിൽ എല്ലാവർക്കും തന്നെ ഉണ്ട്. അതായത് ഈവൻ നമ്മുടെ കമ്പനിയിലും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വേറെ ജോലികൾ അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം M.Tech ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ ഹൈഡിങ് ഫ്രം ദ ഇൻഡസ്ട്രി. യു കുഡ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ ഇൻഡസ്ട്രി ആസ് വെൽ. അപ്പോൾ M.Tech ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. B.Tech ചെയ്യുമ്പോഴും അത് സാധ്യമാണ്. B.Tech-ലും അത് പോസിബിൾ ആണ്. നിങ്ങൾ ഈ പറഞ്ഞ ഗൂഗിൾ മറ്റേ സമ്മർ ഓഫ് കോഡ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് തരുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഔട്ട്റീച്ച് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. ഔട്ട്റീച്ച്. അപ്പം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ്, ഔട്ട്റീച്ച് ആയിക്കോട്ടെ, ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് നിങ്ങൾ നോക്കണം. ആ റൂട്ടുകളിലൊക്കെ പെയ്ഡ് ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ പല കമ്പനി ഓർഗനൈസേഷൻസ് ലൈക്ക് സീമെൻസ്, ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനൊക്കെ സീമെൻസിന് ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇന്റേൺഷിപ്പുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. യു ക്യാൻ കീപ് ഫീഡിങ് യുവർ പാഷൻ. മനസ്സിലായോ? അപ്പൊ അത് കഴിവതും നിങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിവതും ഇഫ് യു കുഡ് എക്സ്റ്റെൻഡ് നിങ്ങൾ B.Tech-ൽ നിന്ന് M.Tech-ലേക്ക് പോകുന്ന ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു റോബസ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡൊമൈനിലേക്ക് പോകാനും ഒരു ജോലിയിലേക്ക് എത്താനും നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, ഞാനൊരു ജനറൽ റൂളാണ് പറയുന്നത് ഞാൻ പറഞ്ഞു.
ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന വേരിയസ് സ്കിൽസ്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ കുറെ സ്കിൽസ് ബിൽഡ് ചെയ്ത് പോക്കറ്റ് ഇട്ടിട്ട് നടക്കാനല്ല. പഴയ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ഏൻഷ്യൻ കാലഘട്ടത്തിൽ പൗരാണിക ലോകത്ത് കൊളോസിയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അവിടെ ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കിയിട്ട് ഈ ഗ്ലാഡിയേറ്റേഴ്സ് കൊളോസിയത്തിന്റെ മുന്നിൽ അവര് തമ്മിലടിക്കുകയും അവിടെ വിജയം വരികയും അല്ലെ, വലിയ ഒരു സാമ്പത്തിക ഇൻവോൾവ് ആവുന്ന ഒരു വലിയ എല്ലാവരും എന്റർടൈൻഡ് ആവുന്ന കൊലക്കളിയാണ് അവിടെ നടക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആധുനിക യുഗത്തിൽ നമ്മളെ ഡിജിറ്റൽ കൊളോസിയംസ്, അതായത് നിങ്ങൾ എത്രമാത്രം വിയർത്തു, നിങ്ങൾ എത്രമാത്രം പണിയെടുത്തു, നിങ്ങൾ എത്രമാത്രം സ്കിൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, നിങ്ങളുടെ ഓൺലൈൻ ഡിജിറ്റൽ പ്രസൻസിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റീവ് റിക്രൂട്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെ, അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ജെനുവിൻ ആണെന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കാരണം അവര് ദ സ്കിൽസ് ദാറ്റ് ദേ റിക്വയർ, അവർ ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽസ് നിങ്ങളുടെ ഉണ്ടോ, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്ന ഒരു കോൺഷ്യൻഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് വർക്കൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നൊക്കെ നിങ്ങളുടെ ഗിറ്റ്ഹബ് പ്രൊഫൈൽ പോലത്തെ പ്ലാറ്റ്ഫോംസ് നോക്കിയാൽ മനസ്സിലാവും. ആ ഗിറ്റ്ഹബ് പ്രൊഫൈലിൽ നിങ്ങൾ പാതിരായ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഇരുന്ന് കോഡിങ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസസ് അതിനകത്ത് കാണുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രൊസ്പെക്റ്റീവ് എംപ്ലോയർക്ക് നിങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കൂടുതൽ വിശ്വസനീയമായ പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഈ പറഞ്ഞ എംപ്ലോയേഴ്സ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേല് ഐ വർക്ക് ഹാർഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായി? ഐ ആം ഗുഡ് ഇൻ AML, ഐ ആം ആൻ എക്സ്പേർട്ട് ഇൻ AML എന്നൊന്നും എഴുതിയാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എവ്രി വൺ നീഡ്സ് പ്രൂഫ് ഓഫ് വർക്ക്. മനസ്സിലായി? POW ഇല്ലാതെ ആരെയും വിശ്വസിക്കത്തില്ല. അപ്പൊ ആ പ്രൂഫ് ഓഫ് വർക്ക് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഗിറ്റ്ഹബിലും ഈ പറഞ്ഞ മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഹാക്കറത്തിലും ഹാക്കത്തോൺസ് ഒക്കെ പോവുകയും ഗൂഗിൾ സമ്മർ ഓഫ് കോഡിലും ഒക്കെ ഇത് ഔട്ട്റീച്ച് പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ്, ഞാൻ പറഞ്ഞു ഗൂഗിളിന്റെ കാഗിൾ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് പോയി ഈ പറഞ്ഞ പോലെ മാസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററും ഒക്കെ ആവാം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചിലത് നിങ്ങൾക്ക് സ്കോളർഷിപ്സ് തരും, ചിലത് പെയ്ഡ് ഇന്റേൺഷിപ്പ് തരും, അങ്ങോട്ട് നിങ്ങൾക്ക് പൈസ തരും, ചിലത് ബൗണ്ടീസ് ഉണ്ടാവും. നിങ്ങളൊരു ബഗ് കണ്ടെത്തുക, അതായത് വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ നടത്തുന്ന കോമ്പറ്റീഷൻ പോലെയാണ്. അപ്പൊ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിലെ ബഗ് കണ്ടെത്തി കൊടുക്കുക, മനസ്സിലായി? ആ ബഗ് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ എമൗണ്ട് നിങ്ങൾ ഇപ്പോഴും ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക. അത്തരം ബൗണ്ടീസ്, അത്തരം ലോട്ടറി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന സ്കില്ലുകളൊക്കെ നിങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളൊരു ഫ്യൂവൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഫ്യൂവൽ സമ്പാദിച്ചാൽ, അതിനുള്ള അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ്, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയിൽ നിന്ന് നിങ്ങൾ കുറച്ച് പണം സമാഹരിക്കാൻ പറ്റിയാൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനൊക്കെ ഈ ബിടെക് പഠിക്കുമ്പോഴേ സാധിച്ചാൽ, അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. നമ്മൾ തന്നെ എംസിഗ്മ ഗോകുലത്തിൽ നമ്മളൊരു ഐഡിയ പിച്ചിങ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു, കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അവിടെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ മനോരമ നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്തുനിന്നൊക്കെ ഒരു മടി പിടിച്ച് ഉൾവലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ആ അൺസർട്ടനിറ്റി, ആ ജല്ലിക്കെട്ട് കാള വന്ന് നിങ്ങളെ വിഴുങ്ങി കളയത്തേ ഉള്ളൂ. മനസ്സിലായി? അപ്പം ഈ വേറൊരു ഓപ്ഷൻ മുന്നോട്ടില്ല. കാരണം അതൊരു ത്രെട്ട് തന്നെയാണ്. കാരണം പഴയ പോലെ പെഡിഗ്രി വെച്ചിട്ട് ഞാൻ IIT പഠിച്ച ആളാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്ത കോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രം ഒരാൾക്കും ജോലി കിട്ടുന്നില്ല. കാരണം യു ഹാവ് ടു പ്രൂവ് ദ പ്രൂഫ് ഓഫ് വർക്ക് ഈസ് വാട്ട് ഈസ് ഡിമാൻഡഡ് ഫ്രം ദ കമ്പനീസ്. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ റെസ്യൂമേൽ എത്ര ഭംഗിയായിട്ട് എഴുതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എത്ര ഗംഭീരമായിട്ടിരിക്കുന്നു, അതിലല്ല കാര്യം. അതൊക്കെ എന്താ പറയുക, അത് വീണ്ടും അതിന്റെ ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതും ക്ലീഷയായിട്ട് മാറിയിട്ടുണ്ട്. കാലം മുന്നോട്ട് പോവാണ്, വീണ്ടും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ജോബ് മാർക്കറ്റിനകത്ത് വരുന്ന ഈ ചെറിയ സ്പന്ദനങ്ങളായിക്കോട്ടെ, ചെറിയ ഈ ഡൈനാമിക്സ് എല്ലാം റിയലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് പോകുന്നവർക്ക്, മനസ്സിലായില്ലേ, ആ ജല്ലിക്കെട്ട് കാളെ നന്നായിട്ട് പരിചയപ്പെടുന്ന ആൾക്ക്, കുറെ നേരം അതിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് അത് എങ്ങോട്ട് ചാടുമെന്ന് ചെറിയൊരു ഐഡിയ കിട്ടും. മനസ്സിലായി? അപ്പൊ അതാണ് ശരിക്കും ആക്ച്വലി നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മുടെ ഫീൽഡിനോട് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ലീഡ് കോഡ്, ഹാക്കർ എർത്ത്, ഗിറ്റ്ഹബ്, കാഗിൾ, ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്, ഔട്ട്റീച്ച്, അപ്പൊ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി വാലിഡേഷൻ കിട്ടും. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നിങ്ങൾക്ക് ടോപ്പ് ഓർഗനൈസേഷൻസിൽ എത്താം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫോർമൽ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ പിന്തള്ളപ്പെടുന്ന, റിജക്റ്റ് ആവുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറാൻ പറ്റുന്ന റൂട്ടുകളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, യു ക്യാൻ മേക്ക് യുവർ പ്രസൻസ് ഫെൽറ്റ്. ഈ പറഞ്ഞ പ്രൊസ്പെക്റ്റീവ് എംപ്ലോയേഴ്സിനെ നിങ്ങൾ ദേ വിൽ ബി ഫോഴ്സ് ടു ലുക്ക് യു അല്ലെ. നിങ്ങൾ അവിടെ അങ്ങനെ ഒരു പെർഫോമൻസ്, ഇംപ്രസീവ് പെർഫോമൻസ് കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ഇത്തരം പ്രൊഫൈലുകളിൽ, ഇത്തരം അവന്യൂസിൽ, എങ്കിൽ ദേ വിൽ ബി ഫോഴ്സ് ടു ലുക്ക് അറ്റ് യു അല്ലെ. അപ്പൊ നിങ്ങളെ കാണും, നിങ്ങളുടെ പ്രസൻസ് അറിയും.
അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമകൾ അല്ലെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭീകരമായിട്ട് ഫോളോവേഴ്സിനെ കൊണ്ടുവരുന്ന ആൾക്കാർ ഇപ്പോൾ സിനിമയിൽ സ്ട്രൈറ്റ് എൻട്രി കിട്ടുക. പഴയ പോലെ ഒരു ഡയറക്ടറിനെ പുറകെ പോയി കാല് പിടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി വിജയിക്കുന്ന നടന്മാര് അല്ലെ, എന്താണ് അവന്റെ പേര്, വാഴ ഹാഷിർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് സിനിമയിലേക്ക് എത്തുന്നത് കണ്ടില്ലേ. അപ്പൊ അതിന്റെ ഒരു അനലോഗസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണിത്, മനസ്സിലായി. നാളെ ഒരു പ്രോസ്പെക്റ്റീവ് ഈ പറഞ്ഞ ഗൂഗിൾ പോലത്തെ മൈക്രോസോഫ്റ്റ് പോലത്തെ ഏരിയാസിലൊക്കെ അങ്ങനത്തെ ഡൊമൈനിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പം ഹാഷിറിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഇറ്റ്സ് ഗിറ്റ്ഹബ്, ഇറ്റ്സ് കാഗിൾ, ഇറ്റ്സ് ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്. അപ്പൊ ഈ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന ടോപ്പ് ഓർഗനൈസേഷൻസിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോ ദാറ്റ്സ് വൈൽഡ് കാർഡ് എൻട്രി, മനസ്സിലായി. അല്ലാത്ത പക്ഷം ഹാഷിറിന് സിനിമയിലേക്ക് എത്തണമെങ്കിൽ പഴയ റൂട്ടിലും പഴയ കൺവെൻഷണൽ ഫോർമൽ റൂട്ടിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധിക്കത്തില്ല. വർഷങ്ങളായിട്ട് ചാൻസ് ചോദിച്ചൊക്കെ നടന്നു കയറിയ വ്യക്തികളുണ്ട്. പക്ഷെ ഒരു വൈൽഡ് കാർഡ് എൻട്രി അവർക്ക് സാധ്യമായത് എന്താണ്, അത് ഈ ഡിജിറ്റൽ പ്രസൻസ് ആണ്. സോ ദാറ്റ്സ് ദ കീ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്, മനസ്സിലായി. അത് നിങ്ങൾക്ക് അത്തരം ഓപ്ഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ പ്ലാറ്റ്ഫോംസിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏതൊക്കെ സമയങ്ങളിൽ ഇതൊക്കെ മാക്സിമം ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ആക്ച്വലി ഒരു ഈവൻ സെമസ്റ്ററിന്റെ ബ്രേക്കിലാണ്. ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ് ഇത്തരം പ്ലാറ്റ്ഫോംസിൽ. ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ലീഡ് കോഡിലും അതുപോലെ ഗിറ്റ്ഹബിലും ഒക്കെ ഇപ്പോഴേ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യണം. ലീഡ് കോഡിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്യാം. ആപ്റ്റിറ്റ്യൂഡ്, പ്രോഗ്രാമിംഗ്, കോഡിംഗ് സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നാളെ ഒരു പ്രോസ്പെക്റ്റീവ് കമ്പനി എംപ്ലോയർ വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കിട്ടും. നല്ല കോഡിംഗ് പ്രാക്ടീസ് ഒക്കെ കിട്ടും. ഗിറ്റ്ഹബിലാണെങ്കിൽ നിങ്ങൾക്ക് പലരുടെയും കോഡിങ് അവർ പല കമ്പനീസിന്റെയും പല എക്സ്പേർട്സിന്റെ ഒക്കെ കോഡിംഗ് സ്ട്രാറ്റജീസും കോഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും, നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അവിടുത്തെ റെപ്പോസിറ്ററീസ്, അവിടുത്തെ നിങ്ങളുടെ ലെഡ്ജർ അത് കാണുമ്പോൾ നാളെ നിങ്ങൾക്ക് ജോലി തരാനിരിക്കുന്ന എംപ്ലോയേഴ്സിന് മനസ്സിലാവും നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണോ അല്ലയോ എന്ന്. അവിടെ എത്രമാത്രം വർക്ക് ഈ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ചെയ്തു, മനസ്സിലായില്ലേ. അപ്പൊ ഇത് തീരെ മനസ്സിലാകാത്തവർക്ക് ഞാനൊരു നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഹാഷിറിനെ നോക്കുമ്പോൾ അവൻ എന്തുമാത്രം വീഡിയോസ് ചെയ്തു, എത്രമാത്രം ലൈക്സ് ഉണ്ട്, എത്രമാത്രം വ്യൂസ് ഉണ്ട്, എത്രമാത്രം അവൻ ഇമ്പാക്ട് ഉണ്ടെന്നുള്ളത് ആ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആസ് എ ടെക്നിക്കൽ റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ എക്സ്പേർട്ട് അല്ലെ, ഈ ഫീൽഡില് കോഡിങ്ങിലായിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾ എത്രമാത്രം മിടുക്കനാണ്, എത്രമാത്രം കമ്മിറ്റ്മെന്റ് അതിനകത്ത് നിങ്ങൾ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിൽ വളരെ എവിഡന്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്തും ഹാക്കിംഗ് പോസിബിൾ ആണ്. ഈ ഹാക്കിങ്ങിനകത്തും ഹാക്കിംഗ് പോസിബിൾ ആണ്. ചിലരൊക്കെ നല്ല കാഗിളിലൊക്കെ നല്ല റാങ്കിങ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് എനെ യൂസ് ചെയ്തിട്ട് ചീറ്റ് ചെയ്ത് നല്ല റാങ്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അത് പിടിക്കപ്പെടുന്ന രീതിയിൽ എത്തിയിട്ടില്ല, മനസ്സിലായില്ലേ. അതായത് എ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ടോപ്പ് റാങ്കിങ്സ് വരുന്നു, പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇഫ് ദാറ്റ്സ് ആൻ ഓപ്ഷൻ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആസ് എ ഫാക്കൽറ്റി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്താ പറയാ, ആ രീതിയിൽ ഒരു ക്രൂക്കഡ് രീതിയിലും സ്ട്രാറ്റജി ചെയ്ത് വിജയിക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ യൂട്ടിലൈസ് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ അത്തരം ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നവർ ഏത് വിധേനയും യുദ്ധം ജയിക്കാന്ന് കരുതുന്നവരുണ്ട്. കാരണം ഒരുപക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ ആലോചിക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും യുദ്ധം ജയിച്ചേ മതിയാവുള്ളൂ അല്ലെ. അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് ഒത്തിരി പേര് പുറകിലുണ്ടാവും, ഫാമിലിയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സംഭവം അവർക്ക് യുദ്ധം ജയിച്ചേ പറ്റുള്ളൂ. ഈ പ്ലാറ്റ്ഫോംസിലെല്ലാം അവർ അതുപോലെ പ്രസൻസ് അവർ കാണിക്കും. അവർ ചെയ്യാൻ പറ്റുന്ന, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ഒക്കെ അവർ ചെയ്തെന്നിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഈ ഹാക്കത്തോൺസും ഹാക്കർ അർത്ഥവും ഒക്കെ പോലത്തെ സൈറ്റുകളിൽ നിങ്ങൾ ചെന്നിട്ട് അവിടെ ഹാക്കത്തോൺസ് പങ്കെടുക്കുമ്പോൾ വലിയ ബൗണ്ടി, വലിയ പ്രൈസസ് ഉണ്ട്, വലിയ ഫിനാൻഷ്യൽ ഗെയിൻ അതിൽ നിന്ന് കിട്ടാം. ഒരു നല്ല പ്രൊജക്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, അതിനൊരു MVP-യിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, നല്ല രീതിയിൽ അതിനെയൊക്കെ പിച്ച് ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് ലെവലിലേക്കൊക്കെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് വരിക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചെറുതിലേ ബിൽഡ് ചെയ്ത് വരാം. കാരണം നിങ്ങളെ പോലെ മത്സരിക്കുന്ന മറ്റ് പിയേഴ്സ്, everyone who is competing with you, അവർക്ക് ഇല്ലാത്ത ഫണ്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അവരെക്കാട്ടിലും ഫാർ ബെറ്റർ ആവും. കാരണം nowadays there is a financial divide. Those who have the investment are far ahead in the industry just because they have the investment. കാരണം എഐനെ പൈസ കൊടുത്ത് വാങ്ങിക്കുക, കൂടുതൽ പൈസ കൊടുക്കുന്നതിന് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് AI അടിമപ്പണി ചെയ്ത് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ that will definitely accelerate your കരിയർ ബിൽഡിംഗ് ഫോർ ഷുവർ. അപ്പൊ അതുകൊണ്ട് ഹാക്കത്തോൺസ്, ഈ പറഞ്ഞ സൈഡ് ഹസിൽസ്, ഇതൊക്കെ വെബ് ഡിസൈൻ ചെയ്യുന്നവരുണ്ട് അല്ലെ, പല രീതിയിലുള്ള, ഇപ്പം പല വെബ്സൈറ്റ്സ് അങ്ങനെ നിങ്ങൾക്ക് അറിയാം, ബിഹാൻസ് പോലെ, പിൻട്രസ്റ്റ് പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗിറ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്.
അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, സംഹൗ ഫീഡ് യുവർ പാഷൻ. ഇതെല്ലാത്തിനും നിങ്ങൾ സാമ്പത്തികം കണ്ടെത്തണം, മുന്നോട്ട് പോകണം. ഇതിനകത്ത് ഒരു റിലാക്സ്ഡ് മോഡിൽ, ഒരു ലേസി മോഡിൽ, ആലസ്യത്തിൽ ഒരു നിലാവത്തെ കോഴിയെ പോലെ പോകാനുള്ള പ്രിവിലേജ് നിങ്ങൾക്ക് ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രി ചടപട എന്ന് മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒരു വേള നിങ്ങൾ അതിനകത്ത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു എൻട്രി ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എവിടെയോ ആയിരുന്നിട്ട് ബാക്കി എല്ലാവരും മുന്നോട്ട് പോയതിനു ശേഷം നിങ്ങൾ ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ഹാർഡർ ഓൺ എ ലേറ്റർ സ്റ്റേജ്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഒന്നും വിടാതെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോ ഓരോരോ സ്ട്രീം വൈസ് നോക്കുകയാണെങ്കിൽ നോക്കി, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇതിനകത്തുണ്ടെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഗിറ്റ്ഹബ് അവർക്ക് CAD ഓട്ടോമേഷൻ യൂസ് ചെയ്യാം, സിമുലേഷൻ യൂസ് ചെയ്യാം, പൈതോൺ, മാറ്റ്ലാബ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഗിറ്റ്ഹബില്, കാഗിളില് പ്രിഡക്റ്റീവ് മെയിൻ്റനൻസ്, മെഷീൻ ലേണിംഗ് മോഡൽസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി പ്രഡിക്ഷൻ അൽഗോരിതംസ് ഒക്കെ നിങ്ങൾക്ക് കാഗിളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇന്റേൺഷിപ്സ് എവിടെ? ടാർഗറ്റ് മാനുഫാക്ചറിംഗ്, ഓട്ടോമോട്ടീവ്, കോർ ഡിസൈൻ ഫേംസിൽ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, L&Tയിലൊക്കെ ഇന്റേൺഷിപ്സ് അപ്ലൈ ചെയ്യാം. കോമ്പറ്റീഷൻസ്, ഫോർമുല സ്റ്റുഡൻസ്, ബാജാസ്, SIE കോമ്പറ്റീഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളടത്ത് പോയി കോമ്പീറ്റ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? നിങ്ങളുടെ പ്രസൻസ് എല്ലായിടത്തും കൊണ്ടുവരികയാണ്. യു ആർ ഫോഴ്സിങ് ദ പ്രൊസ്പെക്റ്റീവ് എംപ്ലോയർ ടു നോട്ടീസ് യു. മനസ്സിലായില്ലേ? അതാ ഞാൻ പറയാം, ദാറ്റ്സ് ദ വൈൽഡ് കാർഡ് എൻട്രി. അങ്ങനെയാണ് നമ്മൾ IIT സ്റ്റുഡൻസിന് മാത്രം എൻട്രി ഉള്ളിടത്ത് നമ്മൾ കയറി പറ്റാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇത്തരം സ്റ്റാൻഡിങ് ഔട്ട് അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കുക. അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാതിരിക്കരുത്. ഞാൻ നേരത്തെ കാണിച്ചൊരു കളറിയുടെ ഫോട്ടോ, ഒരു മൺതറയുടെ ഫോട്ടോ, അതായത് കോളേജാണ് ആ കളറി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ കോളേജില് അവിടെ വീണ് പോകുന്നുള്ള പേടിയിൽ നിങ്ങൾ നടക്കാതിരുന്നാൽ, സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള സംശയത്തിൽ സംസാരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഈവന്റിൽ കോർഡിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മളെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ അടിച്ച് മാറി നിന്നാൽ നമ്മൾ കളഞ്ഞു കുളിക്കുന്നത് വലിയ ഓപ്പർച്യൂണിറ്റി. പിന്നെ ലൈഫിൽ ഒരിക്കലും അത്തരം അവസരങ്ങൾ കിട്ടില്ല. കാരണം പിന്നീട് നിങ്ങൾ സീനിയർ ലെവലിലേക്ക് പോവാണ്, അടുത്ത ജോലിയിലേക്കും ഒക്കെ നിങ്ങൾ എത്തുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെന്റ്സ് പോസിബിൾ ആയിരിക്കത്തില്ല. മനസ്സിലായോ? അവിടെ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വൈകിയാൽ ചിലപ്പോൾ കമ്പനിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ലക്ഷങ്ങളുടെ നഷ്ടമായിരിക്കും വരിക. യു കനോട്ട് റിമെയിൻ ഇൻഡെസിസീവ്, അല്ലെ? അങ്ങനെ നിങ്ങൾ ആ തോന്നുന്ന ആലസ്യത്തിൽ നടക്കാൻ പറ്റില്ല. അപ്പൊ കോളേജിൽ ഇപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടത്, എല്ലാം ട്രൈ ഔട്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എല്ലാവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം, ഈ ട്രെയിനിങ്സ് എല്ലാം നിങ്ങൾ ആ കോളേജ് എന്ന് പറയുന്ന കളരിയിൽ യൂട്ടിലൈസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ സിവിൽ എഞ്ചിനീയറിംഗ്, ഗിറ്റ്ഹബില് സ്ട്രക്ചർ അനാലിസിസ് സ്ക്രിപ്റ്റ്സ് ഒക്കെ ചെയ്യാം, ബീം ഓട്ടോമേഷൻ ചെയ്യാം, GIS മാപ്പിംഗ് ചെയ്യാം, കാഗിളില് എർത്ത്ക്വേക്സ് ഡാമേജ് പ്രൊഡക്ഷൻ ചെയ്യാം, ട്രാഫിക് ഫ്ലോ മോഡലിംഗ് ചെയ്യാം, കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്രഡിക്ഷൻ ചെയ്യുന്ന മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്യാം. ഇന്റേൺഷിപ്സ് L&T, S&P, അഫ്കോൺസ്, പല ശോഭ കൺസ്ട്രക്ഷൻസ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്റേൺഷിപ്സ് ചെയ്യാം. ഈവൻ ഗവൺമെന്റ് സെക്ടറിലെ PWDയിലൊക്കെ ഇന്റേൺഷിപ്സ് ചെയ്യാം, റെയിൽവേയിൽ ചെയ്യാം. കോമ്പറ്റീഷൻസ്, സ്മാർട്ട് സിറ്റി പ്ലാനിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചലഞ്ചസ്, പിന്നെ ഇന്ത്യൻ ചാപ്റ്റർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ്, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അവർക്കും ഗിറ്റ്ഹബിലും കാഗിളിലും ഗൂഗിൾ, സമ്മർ ഓഫ് കോഡ് ആൻഡ് ഓപ്പൺ സോഴ്സ്, ഇങ്ങനെ പല ഓപ്ഷൻസ് അവർക്കും ഉണ്ട്. അപ്പൊ ഇതെല്ലാം മാക്സിമം ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോംസിൽ എന്തെല്ലാം ചെയ്യാന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കും കോമ്പറ്റീഷൻസ്, IEEEയുടെ ഹാർഡ്വെയർ ഹാക്കത്തോൺസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്കും വരുന്നുണ്ട്. പല അവന്യൂസ്, പല കോളേജസ്, പല യൂണിവേഴ്സിറ്റീസ്, IITs ഇവിടെയൊക്കെ പോയി കോമ്പീറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നെറ്റ്വർക്ക് ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അലൂമിനൈസ്, പിന്നെ അതർ കോളേജസ്, എല്ലായിടത്തും ഈ പറയുന്ന ഒരു നെറ്റ്വർക്ക്സ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കരിയർ സ്ട്രാറ്റജിയുടെ ഒരു ടൂൾ തന്നെയാണ്. ആ നെറ്റ്വർക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്തേക്കാം, അല്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഈ പ്ലാറ്റ്ഫോംസിലെ ഓപ്ഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഗിറ്റ്ഹബിലും കാഗിളിലും സമ്മർ ഓഫ് കോഡിലും. ഇന്റേൺഷിപ്സ് ABB, സീമെൻസ്, ഷ്നൈഡർ പോലത്തെ കമ്പനീസിൽ ഇന്റേൺഷിപ്സ് ചെയ്യാം. സീമെൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇന്റേൺഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ കോളേജിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. ഈ പറഞ്ഞ കരിയർ സ്ട്രാറ്റജിയുടെ ടൂൾസ് എല്ലാം നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. കൂടാതെ
വൈൽഡ് കാർഡ് എൻട്രിയുടെ മറ്റൊരു ഓപ്ഷൻ ഹൈബ്രിഡ് സ്കിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സിവിൽ പഠിക്കുന്ന ആൾക്ക് ബിമ്മും GIS-ഉം AI-യും പഠിക്കാം. മെക്കാനിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് CAD-ഉം സിമുലേഷനും AI-യും പഠിക്കാം. ട്രിപ്പിളി ഇലക്ട്രിക്കലുകാർക്ക് പവർ സിസ്റ്റംസ് ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാം. ഇലക്ട്രോണിക്സുകാർക്ക് എംബഡഡ് ആൻഡ് AI പഠിക്കാം. അല്ലെ? നിങ്ങൾക്ക് മൈനസ് ഓപ്ഷൻ ഉണ്ട്, വേറെയും സർട്ടിഫിക്കേഷൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? ഈവൻ നിങ്ങൾ ഗേറ്റിന്റെ സെക്കൻഡ് പേപ്പർ എന്നൊരു സംഗതി ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഗേറ്റ് പേപ്പർ 2. ഓക്കെ, ഗേറ്റിലേക്ക് ഞാൻ വന്നില്ല. ഗേറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഗേറ്റ് പേപ്പർ എഴുതാം. ഓരോ സ്ട്രീമിലുള്ളവർക്ക് ഇപ്പം സിവിലുകാരന് സിവിൽ എഴുതാം, അല്ലെങ്കിൽ AI ഡേറ്റ സയൻസ് എഴുതാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഴുതാം. അപ്പൊ അങ്ങനെ ഗേറ്റിന് തന്നെ 2 പേപ്പർ നിങ്ങൾക്ക് എഴുതാം. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഫ്ലെക്സിബിലിറ്റീസ് ഒരുപാടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പൊ ഇന്റർ ഡിസിപ്ലിനറി റൂട്ടിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സിവിലിനകത്ത് തന്നെ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ, ബിം, സ്മാർട്ട് സിറ്റീസ്, കൺസ്ട്രക്ഷൻ ടെക് പോലത്തെ ഏരിയാസിൽ ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് കൂടുതൽ അലൈൻഡ് ആയി കഴിഞ്ഞാൽ അത് AI-യുടെ ഇമ്പാക്ട് കുറവുള്ള ഏരിയാസ് ആണ്. കാരണം ആക്ച്വലി ഹ്യൂമൻ ഇന്ററാക്ഷൻസ് വേണം അല്ലെ, നമ്മളുടെ ആയിട്ടുള്ള റിവ്യൂസ് വേണം. ഇപ്പോഴും IT ഫീൽഡിലാണെങ്കിലും ഒരുപാട് എൻട്രി ലെവൽ ആൾക്കാരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ച് ലേ ഓഫ് ചെയ്തു. പക്ഷെ അവരുടെ ഹെഡായിട്ടുള്ള ആള്, കോഡിങ്ങിനെ റിവ്യൂ ചെയ്യേണ്ട ആള്, ആ ആൾക്ക് പണി കൂടിയിട്ടേ ഉള്ളൂ. AI വരുമ്പോൾ എല്ലാം സ്പീഡായെന്ന് കരുതുമെങ്കിലും ആ ആളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കോഡിങ് നടന്നുകൊണ്ടിരിക്കുക, AI കൂടുതൽ ചെയ്തു കൊടുക്കുക. അപ്പൊ റിവ്യൂ ചെയ്യേണ്ട അയാളാണ് അല്ലെ. അപ്പൊ ആ ഒരു ലെവലിൽ അയാൾക്ക് ജോലി കൂടുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ AI വരുന്നു എന്നൊക്കെ പറഞ്ഞാലും AIക്ക് തൊടാൻ പറ്റാത്ത അല്ലെങ്കിൽ അടുത്ത സമീപഭാവിയിൽ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് സിവിലിലും മെക്കാനിക്കലിൽ തന്നെ ഫിസിക്കൽ സിസ്റ്റം, റോബോട്ടിക്സിലും ഓട്ടോമേഷനിലൊക്കെ ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് കിടക്കുന്നു. ഇലക്ട്രിക്കൽ, റിന്യൂവബിൾ എനർജി, സ്മാർട്ട് ഗ്രിഡ്സ്, ഇലക്ട്രോണിക്സ്, എംബഡഡ് സിസ്റ്റം, VLSI, കെമിക്കൽ, പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, സസ്റ്റൈനബിലിറ്റി, ബയോമെഡിക്കൽ, മെഡ്ടെക്, മെഡിക്കൽ ഡിവൈസസ് അല്ലെ. അപ്പൊ ഇതെല്ലാം AI അധികം വേഗം വന്ന് അടിച്ചുകൊണ്ട് പോവാത്ത അല്ലെ, ആധിപത്യം വരുത്താത്ത ഏരിയാസ് ആണ്. ഫിസിക്കൽ സിസ്റ്റംസ് നമുക്കറിയാം, മറ്റേ NVIDIA-യുടെ CEO അല്ലെ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഫിസിക്കൽ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞത്. ഫിസിക്സിലും മാത്സിലും ഒക്കെ കോർ സയൻസ് പേപ്പേഴ്സിലൊക്കെ ഫോക്കസ് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചാൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഫിസിക്കൽ സയൻസസ് എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ, ലാസ്റ്റ് ഡേ. അപ്പോ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ നിങ്ങൾ സ്കിൽസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട. ഏതെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല കമ്പനികളിൽ വേക്കൻസി ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, ഫോർമലി അവർ ഇൻവിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, യു ക്യാൻ ബിൽഡ് ദ ആപ്പ് അല്ലെ. നിങ്ങളെ ആരും തടയുന്നില്ല. പല APIs യൂസ് ചെയ്യാം. യു ക്യാൻ ബിൽഡ് ദ ആപ്പ്, യു ക്യാൻ ഡിപ്ലോയ് ദ കോഡ്, യു ക്യാൻ ഫിക്സ് ദ ബഗ്, യു ക്യാൻ ഫോഴ്സ് ദ മാർക്കറ്റ് ടു ലുക്ക് അറ്റ് യു. ആൻഡ് അങ്ങനെ ഈ പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മെഗാ ടൂളാണ്. ആ വൈൽഡ് കാർഡ് എൻട്രി എല്ലാവരും പയറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആണ്. അപ്പോൾ ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒരു സ്കൂൾ കുട്ടിയെ പോലെ ഒരു ഓർഗനൈസേഷൻ ചെന്ന് എനിക്ക് ജോലി തരുമോ എന്നല്ല ചോദിക്കേണ്ടത് അല്ലെ. യു ഹാവ് ടു എക്സിബിറ്റ് യുവർ സ്കിൽസ്, അല്ലെങ്കിൽ യുവർ ഡിജിറ്റൽ പ്രസൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ GitHub-ന്റെ റെപ്പോസിറ്ററി ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ they can clearly review your performance, they can find your commitment അല്ലെ, they can analyze your commitment. അപ്പൊ അവിടെയൊക്കെ ബെറ്റർ യു മെയിൻറ്റെയിൻ എ ഗുഡ് പ്രൊഫൈൽ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ വാക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടി ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെയാണ്? GitHub, LeetCode, HackerEarth അല്ലെ, അതുപോലെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്. ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ യു ആർ ഇൻ സീരിയസ് ട്രബിൾ. മനസ്സിലായോ? ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരായിക്കോട്ടെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോംസിൽ എത്തണം. നിങ്ങൾ അവിടെയൊക്കെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പലതും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഫിസിക്കൽ സയൻസിലുള്ള കെമിക്കൽ, സിവിൽ മെക്കാനിക്കലിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫീൽഡിലും ഒരു AI അധിനിവേശം സംഭവിക്കുമ്പോൾ AI അറിയാവുന്നവർ ഒരുപാട് മുന്നിലേക്ക് പോകും. അപ്പൊ ബി റെഡി, ബി പ്രിപ്പയർഡ്. മനസ്സിലായോ? നിങ്ങൾക്ക് അപ്പോൾ സിവിലുകാർക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ഓട്ടോമൊബൈൽ ഏരിയാസിലും ഒക്കെ ഓട്ടോമേഷനൊക്കെ ഒരുപാട് സ്കോപ്പുകൾ വരികയാണ്. അപ്പോൾ ബി പ്രിപ്പയർഡ്. ഓക്കെ, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ഗേറ്റ് പേപ്പർ 2 ഡേറ്റ സയൻസിലേക്ക് പോവാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റ സയൻസിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് IIT ടാഗും NIT ടാഗും ഒന്നും ഇല്ലെങ്കിലും എന്താണ് ഞാൻ പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ടോപ്പ് ലെവൽ ഓർഗനൈസേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ വെരി സ്മോൾ മാൻ ക്യാൻ കാസ്റ്റ് എ വെരി ലാർജ് ഷാഡോ. എവിടെ, എങ്ങനെ, ഏത് സമയത്ത് നിൽക്കണം എന്നുള്ളത്
ആലോചിച്ച് സ്ട്രാറ്റജിക്കലി തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ കാസ്റ്റ് എ ബിഗ് ഷാഡോ. അതാണ് സംഭവം. ഓക്കെ, അപ്പോ ടൈം കഴിഞ്ഞോ? ഒരുപാട് സമയമായെന്ന് തോന്നുന്നല്ലേ? 9 മണി വരെയാണോ? ഓക്കെ, ടൈം 9 മണി. ഓക്കെ, അപ്പോ നമ്മളുടെ മെസ്സേജ് എന്ന് പറയുന്നത് യു നീഡ് നോട്ട് വെയിറ്റ്. അവരുടെ ഒരു ഓപ്പണിംഗ് വന്നിട്ട് അവർ ഫോർമലി അറിയിക്കുന്നവരെ, ദിസ് പ്രൊസ്പെക്റ്റീവ് എംപ്ലോയർ അല്ലെ, അവര് ഫോർമലി അറിയിക്കുന്നവരെ യു നീഡ് നോട്ട് വെയിറ്റ്. കാരണം അങ്ങനെ അറിയിച്ചാലും അല്ലെ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഡ്രീം സൂപ്പർ ഡ്രീം കമ്പനി ആണെങ്കിൽ അതിനകത്ത് അല്ലെ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സ്ക്രീൻഡ് അല്ലെങ്കിൽ ആ ഗെറ്റിംഗ് ഫിൽട്ടേർഡ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ വിൽ ബി ഡിഫിക്കൽട്ട്. പക്ഷെ ഇത്തരത്തിലുള്ള റൂട്ടുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാം. ഒരിക്കലും റിക്വസ്റ്റ് ആയിരിക്കരുത് നമ്മൾ പറയുന്നത്. ഓക്കെ, ടു അപ്രോച്ച് എ പ്രൊസ്പെക്റ്റീവ് എംപ്ലോയർ ഓർ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ വേർ വി അസ്പയർ ടു ഗോ, എന്താണ് അതൊരിക്കലും റിക്വസ്റ്റ് ആയിരിക്കരുത്. നമ്മൾ ബിഡാ ചെയ്യേണ്ടത്. അവർക്ക് സ്കേഴ്സ് ആയിട്ടുള്ള പർട്ടിക്കുലർ റിസോഴ്സസ് നമ്മൾ വി ഹോൾഡ് ദാറ്റ് അല്ലെ, നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ സ്കിൽസ്. അപ്പോൾ ആ സ്കിൽസിന് അല്ലെങ്കിൽ അവിടുത്തെ റിക്വയർമെന്റിന് എന്റെ സ്കില്ല് ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ് വുഡ് ബി ലൈക്ക് എന്താ, ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന് ഒരു കോൺട്രാക്ടർ ഒരു ക്വാളിഫൈഡ് കോൺട്രാക്ടർ ബിഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം അത്. അല്ലാതെ ഒരിക്കലും ജോലി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് യാചിച്ചെടുക്കേണ്ട കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ only that will get you respect. അതാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ അങ്ങനെ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പോ ഈ ചെല്ലുന്നത് മാത്രമല്ല, ഇതൊരു ലോങ്ങർ സ്റ്റോറിയാണ്. ഇതൊരു ഒരു ടോപ്പിക്കിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഞാൻ സംസാരിച്ചത്. ഇത് വീണ്ടും മുന്നോട്ട് കമ്പനിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് വീണ്ടും അവിടെ സംഭവിക്കാനിടയുള്ള പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട് അല്ലെ. അവിടെ ഒരുപക്ഷെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ എയുടെ ഇമ്പാക്റ്റിൽ ഒരു ലേ ഓഫ് ഫേസ് വരാം. അപ്പൊ ലേ ഓഫിൽ പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇത് സ്റ്റോറി കണ്ടിന്യൂസ്, ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. ഇത് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ പലതും ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പം ക്യാമ്പസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ജോബ് കണ്ടെത്തുന്നു, അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു വൈൽഡ് കാർഡ് എൻട്രി പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി പ്രൊമോഷനിലും ഇത്തരത്തിലുള്ള ഡെൽറ്റ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞുണ്ട്. മനസ്സിലായി? അതായത് ഒരു സ്റ്റേജ് നമ്മുടെ അടുത്ത ലെവലിലെ ആൾക്കാരെ, നമ്മുടെ മേളിലുള്ള ഇമ്മീഡിയറ്റ്ലി ലാഡറിൽ നമ്മുടെ മേളിലുള്ള ആൾക്കാരെ അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് ആ ഒരു സ്കില്ലിലേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ മൈൽ റണ്ണിലൂടെ നമുക്ക് വീണ്ടും ആ സ്കിൽ സെക്യൂർ ചെയ്യാനായിട്ട് ഉള്ള ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓർഗനൈസേഷൻസിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വേഗത്തിൽ നമുക്ക് വെർട്ടിക്കൽ ഗ്രോത്ത് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് ഒരുപാട് ഈ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. സർവൈവിങ് എ ലേ ഓഫ്, ഞാൻ പറഞ്ഞു ഒരു ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, ഇപ്പൊ മൈക്രോസോഫ്റ്റ് TCS 12,400 വരെ ഒരുമിച്ച് പിരിച്ചു വിട്ടു. മൈക്രോസോഫ്റ്റ് കുറെ പേരെ പിരിച്ചു വിട്ടു. അപ്പോൾ നമ്മുടെ സ്കിൽസ് ഏതൊക്കെ സ്കിൽ അക്യൂറോ നമ്മളാണ് തീരുമാനിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇപ്പൊ ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ സൈബർ ഫിസിക്കൽ സിസ്റ്റം, പല കാര്യങ്ങളും ഓൺലൈനിലും പല രീതിയിലും നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടി വാലിഡേഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ അങ്ങനെ സ്കിൽഡ് ആയിട്ട് ഒരാളാണ്, പക്ഷെ കമ്പനിക്ക് വരാൻ പോകുന്ന പ്രൊജക്ട്, ഇപ്പൊ ഡാറ്റാ സയൻസിൽ ഒരു പ്രൊജക്ട് വരാൻ പോകുന്നു, നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റാ സയൻസിൽ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിരിക്കാന്ന് വിചാരിക്കുക, എങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് കളയാൻ തോന്നില്ല. ബിക്കോസ് അവർ പ്രൊഫൈൽ ഈസ് നോട്ട് എ ലയബിലിറ്റി. അവരുടെ ഫ്യൂച്ചർ ആണ് ആക്ച്വലി ആ പ്രൊജക്ട് അല്ലെ. ഡാറ്റാ സയൻസിലാണ് അവർ അടുത്ത പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ അപ്സ്കിൽ ചെയ്തിരിക്കുന്ന ഡാറ്റാ സയൻസിലാണ് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസിനെ പറ്റിയൊക്കെ പറഞ്ഞു. സിവിൽ പ്ലസ് ഇലക്ട്രിക്കൽ, നാളെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കുറെ പേരെ അങ്ങ് പിരിച്ചിടാൻ പോവാ. പക്ഷേ ഈ സിവിൽ പ്ലസ് ഇലക്ട്രിക്കൽ എടുത്തിരിക്കുന്ന ഹൈബ്രിഡ് കോഴ്സ് എടുത്തിരിക്കുന്ന ആളെ എങ്ങനെ പിരിച്ചിടാൻ തോന്നും? കാരണം എല്ലാ പ്രൊജക്റ്റിലും സിവിൽ ഇലക്ട്രിക്കൽ ഏരിയാസ് ഉണ്ട്. ഇവൻ നല്ല ഇഫ് ഈസ് റിസോഴ്സ്ഫുൾ എനഫ് എങ്കിൽ സിവിലിലെ ഇലക്ട്രിക്കലിലും ഈ പറഞ്ഞ ടു എലിമിനേറ്റ് ദ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, ടു ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ വേരിയസ് ഫേസസ് ഓഫ് കൺസ്ട്രക്ഷൻ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. സോ ഹീസ് ആൻ അസറ്റ്, അദ്ദേഹം ഒരു ലയബിലിറ്റി അല്ല. അപ്പോ ഒരു കമ്പനിയിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും എൻഷുർ ചെയ്യുക വി ആർ നോട്ട് എ ലയബിലിറ്റി ടു ദ കമ്പനി. മനസ്സിലായില്ലേ? അപ്പൊ അത് മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ മാറി നിന്നാൽ കമ്പനിക്ക് ഒരു മാത്തമാറ്റിക്കൽ, ഒരു ഫിനാൻഷ്യൽ റിസ്ക് അവിടെ ഉണ്ടാവണം. ദാറ്റ്സ് വാട്ട് വി കോൾ റെലവൻസ് ഇൻ എ വർക്ക് പ്ലേസ്. അപ്പൊ ആ ഒരു റെലവൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ കമ്പനി പറഞ്ഞു വിടുന്നതിന് മുമ്പ് നിങ്ങൾ അവിടുന്ന് മാറണം, ഓർ യു ഹാവ് ടു അപ്സ്കിൽ. മനസ്സിലായി? അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം. അതൊക്കെ കരിയറിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒബ്വിയസ്ലി യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ജോബ് ഹോപ്പിംഗ്. ഒരു കമ്പനിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇഫ് യു ആർ ടു മച്ച് ലോയൽ,
നിങ്ങൾ ഒരിക്കലും അവിടുന്ന് പോകത്തില്ല എന്നുള്ളൊരു സ്ട്രാറ്റജിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻക്രിമെന്റ് 10% ആയിരിക്കും. പക്ഷേ അതിനകത്ത് ചെറിയ സ്ട്രാറ്റജിക് പ്ലേയിൽ എന്താ പറയാ, കോമ്പറ്റീറ്റീവ് ഒരു ഒരു ഒപ്പോണന്റ്, ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് എതിരെ നിൽക്കുന്ന ഒരാള് ചിലപ്പോൾ നിങ്ങളൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ജോബ് ഹോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 50% ജമ്പ് കിട്ടിയേക്കാം. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ വീണ്ടും കരിയറിനകത്ത് വരുന്ന പല ഓപ്ഷൻസ് ആണ്. ഉള്ള ജോലി സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം, അല്ലെ? അതുപോലെ ആ ജോലിയെ ഗ്രോ ചെയ്യിപ്പിക്കുക, വെർട്ടിക്കൽ ഗ്രോത്ത് നടക്കുക. ഇതൊക്കെ വീണ്ടും ഇതിന്റെ മുന്നോട്ടുള്ള എക്സ്റ്റെൻഡഡ് ടോപ്പിക്സ് ആണ്. നമുക്ക് അതൊക്കെ പിന്നീട് സംസാരിക്കാം. കോളേജിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള റൂട്ട്സ് എത്താൻ പോവാണ് നമ്മൾ. അതായത് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാമ്പസിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും, there will be a population for sure. എന്താണ്? ജോബ് സെക്യൂരിറ്റി വേണം, എനിക്ക് ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് എന്ന് പറയുന്ന റൂട്ടാണ്, ഗവൺമെന്റ് ഓപ്ഷൻസ്. ഇപ്പോൾ അത് തന്നെ ആവണമെന്നല്ലേ മോട്ടിവേഷൻ. ചിലപ്പോ അവരുടെ മോട്ടിവേഷൻ ഇങ്ങനെ ആവാം, എന്നെ പഠിപ്പിച്ചത് മുഴുവൻ ഗവൺമെന്റ് ആണ്, എന്റെ നാടാണ്, അല്ലെ? അതായത് ജനങ്ങളുടെ നികുതി പണത്തിലാണ് ഞാൻ പഠിച്ചത്, ഗവൺമെന്റ് ഓപ്ഷൻസിൽ ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്, അങ്ങനെ ഒരു നോബിൾ കോസ് ഉള്ളവരുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് സെക്ടർ വർക്ക് ചെയ്യാനായിട്ട് ഏതാ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയും, നിങ്ങൾ തേർഡ് ഇയറിലും ഫൈനൽ ഇയറിലും ഗേറ്റ് എഴുതിയിരിക്കണം, എക്സാം സെക്കൻഡ് ഇയർ മുതൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് എക്സാംസും ഭയങ്കര എളുപ്പവും. അപ്പൊ അങ്ങനെ ഗേറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഈസ് അഗെയിൻ എ കരിയർ സ്ട്രാറ്റജി. ഗേറ്റ് പ്രോപ്പർലി കവർ ചെയ്ത് വരിക. നിങ്ങളുടെ സെമസ്റ്ററിലെ കോർ സബ്ജക്ട് സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഗേറ്റ് ക്ലാസ്സസും അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പൊ അതെന്താണ്, അതിനകത്തൊരു നിങ്ങൾ കയറുന്നത് സാർ ഒരു ഗവൺമെന്റ് ജോബിനെ പറ്റിയല്ലേ ഈ പറയുന്നത്? അല്ല, അതിനകത്ത് സ്ട്രാറ്റജി ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിനകത്ത് വീണ്ടും പല സ്ട്രാറ്റജീസ് ഒളിഞ്ഞിരിക്കുക. അതായത് ഇപ്പൊ +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾക്ക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇല്ല വേണ്ട +2 കഴിഞ്ഞ് ബിടെക് വന്നതാണ്, അപ്പൊ അയാൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളിൽ പലരും മേ ബി യു ആർ ലുക്കിംഗ് വളരെ ചെറിയ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ഒരിക്കലും നിങ്ങൾ പക്ഷെ ചിന്തിച്ചിട്ട് പോലും കാണില്ല. പക്ഷെ റീസെന്റ് നിങ്ങൾ തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും +2 ക്വാളിഫിക്കേഷനിൽ RBIയിൽ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുകയാണ്, സാലറി 45,000 ആണ്. മനസ്സിലായോ? അപ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബിഗ് ഡ്രീംസിനെ ഫ്യൂവൽ ചെയ്യാനായിട്ട് അത്തരം ചെറിയ ഓപ്ഷൻസ്, +2 ക്വാളിഫിക്കേഷൻ മതി. അത് നിങ്ങൾക്ക് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതാവുന്ന എക്സാം ആണ്. ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, നിങ്ങൾക്ക് പഠനത്തിന് ശേഷം ജോയിൻ ചെയ്താൽ മതി. ഇനി അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലീവ് കിട്ടും, കുറെ വർഷത്തേക്ക് ലോങ് ലീവ് എടുക്കാം. ഫർദർ ഹയർ സ്റ്റഡീസിന് എംടെക്കിനോ എല്ലാം നിങ്ങൾക്ക് പോവാം. അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയിട്ട്, അതായത് +2 ലെവലിലാണ് നിങ്ങൾ കയറിയത്, +2 ലെവലിൽ കയറിയ ജോലി ഇതാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് വേറെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിലെ പുറത്തുനിന്ന് ആൾക്കാർ എല്ലാ ഡിഗ്രിക്കാരുടെ മത്സരിച്ച് വന്ന് ഇവിടെ കയറും. മനസ്സിലായി? ലക്ഷങ്ങൾ മത്സരിച്ചിട്ട് ഒരു 10 പേർക്ക് ഇവിടെ കയറാൻ പറ്റുന്ന വിചാരിക്കുക. പക്ഷെ നിങ്ങൾ +2 ലെവലിൽ ഈ പോസ്റ്റിലാണ് കയറിയത്. പക്ഷെ ഈ പോസ്റ്റിൽ നിന്ന് ഈ പോസ്റ്റിലേക്ക് ഡിപ്പാർട്ട്മെന്റിനകത്തൂടെ ഒരു ഇന്റേണൽ എക്സാം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതൊരു സ്ട്രാറ്റജിക് റൂട്ടാണ്. അപ്പൊ ഈ പറയുന്ന ഇന്റേണൽ എക്സാം, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലെവലിൽ നിന്ന് ചാടി ഈ ലെവലിലേക്ക് എത്താൻ പറ്റും. അതായത് പുറത്തെ മത്സരം, ലക്ഷങ്ങളുമായിട്ടുള്ള മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട. ഈ ചെറിയ മത്സരം, അതിനകത്ത് വല്ല 50 or 60 പേര് കാണും, 2 പോസ്റ്റ് കാണും, ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റ്. അപ്പൊ അതിനകത്ത് ഒരു 2 റാങ്ക് വരാനായിട്ട് റിലേറ്റീവ്ലി എളുപ്പമാണ്. കാരണം നിങ്ങൾ മത്സരിക്കുന്ന ആ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുമായിട്ടാണ്. നിങ്ങളുടെ ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത് ബിടെക്കോ എംടെക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എഴുതുമ്പോൾ പ്രോബബിലിറ്റി എന്താ, നിങ്ങൾക്ക് അത് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുക. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് സെക്ടറിനകത്തും എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ ഗവൺമെന്റ് ജോബ്സിന്റെ സെക്യൂരിറ്റി അത് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് വീണ്ടും ഫർദർ മുന്നോട്ട് ചില ഓർഗനൈസേഷൻസ്, ഇപ്പൊ റിസർച്ചിനെയൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഹയർ സ്റ്റഡീസ് ആ ഓർഗനൈസേഷൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഫുൾ സാലറിയിൽ. അതായത് ഈവൻ കേരള PWD ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ കയറുന്ന വിചാരിക്കുക, നിങ്ങൾ എംടെക്കിന് പോകുമ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ എംടെക്കിന് പോകുമ്പോൾ നിങ്ങൾക്ക് മാസം ഗവൺമെന്റ് സാലറി ഉണ്ട്, ജോബിന്റെ സാലറി കിട്ടിക്കൊണ്ടിരിക്കും, എംടെക് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾ സെൻട്രൽ സെക്ടറിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ഗ്രൂപ്പ് B പോസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക് കയറാനുള്ള പല ഡിപ്പാർട്ട്മെന്റിലും ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക് കയറാനുള്ള ഏജ് ലിമിറ്റ് റിലാക്സേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് ആൻഡ് പ്രിവിലേജസ് എവിടെ കിടപ്പുണ്ട്? ഗവൺമെന്റ് സെക്ടറിൽ കിടപ്പുണ്ട്. മനസ്സിലായോ?
അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമയെന്ന് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് കുട്ടികൾ വരാറില്ലേ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലൂടെ അടുത്ത ഹയർ പോസ്റ്റിലേക്കൊക്കെ വരാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതെല്ലാം ഓരോ റൂട്ട്സ് ആണ്. പിന്നെ വേറെ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് ഇത് നമ്മൾ ലോങ് ടേം കരിയർ പ്ലാനിങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് ഓപ്ഷനിലാണെങ്കിൽ ഈ ലോങ് ലീവ് അല്ലെ, നിങ്ങളൊരു ലോങ് ലീവ് എടുത്തു, അത് തന്നെ ശമ്പളമില്ല, ശൂന്യ വേതന അവധി എന്ന് പറയും. അങ്ങനെ സാലറി കൈപ്പറ്റാതെ നിങ്ങൾക്ക് ലീവ് എടുത്തിട്ട് വേണമെങ്കിൽ എന്താ, ഇപ്പൊ നാട്ടില് സർവേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലിയാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യത്തിന് യു ഗോട്ട് ആംപിൾ എക്സ്പീരിയൻസ്. പക്ഷെ അതേ എക്സ്പീരിയൻസ്, അതേ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ലീവ് എടുത്തിട്ട് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ലോങ് ലീവിൽ 5 വർഷം അവിടെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൊത്തത്തിൽ ഫിനാൻഷ്യലി സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ബാക്കി ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസ് ഗവൺമെന്റ് സെക്ടറിലും ഉണ്ട്. അപ്പൊ ഒരു സെക്യൂർ ജോബ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സെക്ടറിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഗേറ്റ് റൂട്ടിൽ പോവാം. ഗേറ്റിലൂടെ പബ്ലിക് സെക്ടറിലേക്ക് കയറാം. IOCL, BPCL, HPCL, ഗെയിൽ, സെയിലൊക്കെ തുടങ്ങിയുള്ള പബ്ലിക് സെക്ടർ, അതായത് ഏറ്റവും പ്രിവിലേജ്ഡാണ്. അതായത് നവരത്ന കമ്പനി, മഹാരത്ന കമ്പനികളൊക്കെ, അങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഇന്ന് കയറാം. അപ്പം അത്തരം റൂട്ട് ഗേറ്റ് വഴി കിട്ടുന്നുണ്ട്. പിന്നെ PSC, SSC പല ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെന്റിൽ വൺസ് കയറി കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം പ്രിവിലേജസ് വേറെയും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ട്രോജൻ ഹോഴ്സ് അല്ലെ, നിങ്ങൾ കേട്ടിരിക്കും അത്. പണ്ട് എന്താണ് ട്രോജൻ യുദ്ധം അല്ലെ, അവിടെ ഗ്രീക്ക് സൈനികര് ഒരു മരക്കുതിരക്കുള്ളിൽ ഒളിച്ചിരുന്ന് വന്ന് കയറിയ ഒരു കഥയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഗവൺമെന്റ് സെക്ടറിൽ ഒളിച്ച് നിങ്ങൾ കയറിയിട്ട് എന്താണ്, നിങ്ങൾക്ക് പല പല നിങ്ങളുടേതായിട്ടുള്ള കരിയർ ആസ്പിറേഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇത്തരത്തിലുള്ള സെക്യൂർഡ് ജോബിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വേറെ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല, പ്രൈവറ്റ് സെക്ടറിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അതും ഒരു നല്ല സ്ട്രാറ്റജിക് റൂട്ടാണ്. മനസ്സിലായി? നിങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം? സെക്കൻഡ് ഇയർ തുടങ്ങാം. ഈവൻ S2 മുതൽ കോർ സബ്ജക്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഗവൺമെന്റ് ഓപ്ഷൻസ്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ജോബ് മാർക്കറ്റിലെ ആ ജല്ലിക്കെട്ട് കാളേനെ ഒരു പരിധി വരെ പിടിച്ച് ഒതുക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ മേളിൽ കയറി നിങ്ങൾ പിടിച്ചു നിൽക്കാം അല്ലെ, നമ്മള് മരണം കൈവരിക്കാതെ വിജയിയാവാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു പുകമറയാണ് എങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഓൾ ആംബിഗ്വസ്, ഒരു ക്ലാരിറ്റി ഇല്ല, ഓക്കെ, ഇറ്റ്സ് വേഗ്, എങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ അവിടുത്തെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക കോളേജിൽ. അപ്പൊ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഡിലേ ടു സെറ്റിൽ, അതായത് ഡിലേ ടു സെറ്റിൽ ഇൻ ദ സെൻസ്, ഒരു ഉടനടി തീരുമാനങ്ങൾ എടുക്കാതെ, ഒരു ചെറിയ നാരോ പ്ലേസ്മെന്റിന് പോകാതെ സ്പെഷ്യലൈസ് ചെയ്യാനോ ഗേറ്റ് എഴുതി സ്റ്റൈപ്പൻഡോടുകൂടി പഠിക്കാനോ ഒക്കെ ഉള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജോബ് മാർക്കറ്റ് റിസ്ക് ഒഴിവാക്കാം, റിസ്ക് കുറയ്ക്കാം. മനസ്സിലായി? കാരണം MTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ കേസേ വരുന്നുള്ളൂ. പക്ഷെ BTech എന്ന് പറയുമ്പോൾ 4 വർഷമാണ് മുന്നിൽ. 4 വർഷം കൊണ്ട് ഒരുപാട് ചേഞ്ചസ് ഇൻഡസ്ട്രി സംഭവിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ BTech കഴിയുന്നതോടുകൂടിയാണ് നിങ്ങൾ അടുത്ത വീണ്ടും എന്താ MTech, നിങ്ങൾ ആ പർട്ടിക്കുലർ ആ സമയത്ത് നിങ്ങൾ ഏറ്റവും ഓപ്പർച്യൂണിറ്റി തോന്നുന്ന, നിങ്ങൾക്ക് കൂടെ പാഷൻ തോന്നുന്ന ഒരു ഫീൽഡിലേക്ക്, സ്പെഷ്യലൈസേഷനിലേക്ക് പോവാം അല്ലേ. അപ്പോ ഫർദർ ഞാൻ ടൈം ലൈൻ അനുസരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞോ, 9 മണിയായി അല്ലേ. യെസ്, അപ്പോൾ ഇയർ 1 തന്നെ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഇയർ 1 IEEE, ടിങ്കർ ഹബ്ബ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അത്തരം ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സൊസൈറ്റീസിലൊക്കെ നിങ്ങൾക്ക് മെമ്പർ ആവാം. ഗിറ്റ്ഹബിലും ലിങ്ക്ഡിനിലും ഒക്കെ പ്രൊഫൈൽസ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലേസ്മെന്റ്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇയർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്കോളർഷിപ്സ്, ഇന്റേൺഷിപ്സിനും ഒക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇയർ 2 കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ക്ലബ്ബ്, സൊസൈറ്റി ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ചേർന്ന ക്ലബിലെ സൊസൈറ്റിയിലൊക്കെ ഒരു ഓഫീസ് ബെയറിലെ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ട്രൈ ചെയ്യുക. സെക്രട്ടറി ലെവൽ, കോർഡിനേറ്റർ ലെവലിലേക്കൊക്കെ വരാൻ ട്രൈ ചെയ്യുക. അതുപോലെ ലീഡ് കോഡ്, ഹാക്കർ റാങ്ക് പോലത്തെ സൈറ്റിൽ പോയിട്ട് ട്രെയിൻ ചെയ്യുക. എന്തിനാ? സോ ദാറ്റ് യു ക്യാൻ ലാൻഡ് ഇൻ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെ. അവിടെയൊക്കെ എത്താനായിട്ടുള്ള ട്രെയിനിങ് ലീഡ് കോഡ് പോലത്തെ സൈറ്റുകളിൽ നിന്ന് കിട്ടും, ഹാക്കർ റാങ്കിലൊക്കെ കിട്ടും. ഓക്കെ, അതുപോലെ ഗിറ്റ്ഹബിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഹെൽത്തി ആയിട്ട്, ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഗേറ്റിന്റെ ഫൗണ്ടേഷൻ ഇയർ 2 ചെയ്യുക. ഗേറ്റ് എക്സാമിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, സമ്മർ ബ്രേക്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കാഗിൽ കോമ്പറ്റീഷൻ വേണേൽ പോവാം. ഓക്കെ, ഹാക്കർ വണ്ണിന്റെ മറ്റേ ബൗണ്ടി കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. ബഗ് കണ്ടെത്തുക അല്ലെ, ബഗ് ഫൈൻഡ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. വലിയ പ്രൈസ് മണി ഒക്കെ കിട്ടും. പിന്നെ ഇയർ 3
സീരിയസ് ആയിട്ട് ഗേറ്റ് പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ എത്തണം. കാരണം 2 സെമസ്റ്റർ അപ്പുറേ എന്താണ് ഗേറ്റ് ആദ്യമായിട്ട് എഴുതാനുള്ള അവസരമാണ്. സോ ടാർഗറ്റ് ആ S6 ഫെബ്രുവരി വരുന്ന എക്സാം അത് നല്ല രീതിയിൽ എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. കുറച്ച് പേർക്ക് അതൊരു സീരിയസ് സ്ട്രാറ്റജി ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ കോർ സ്റ്റുഡൻസ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഒക്കെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഗേറ്റിന് ശേഷം സെക്കൻഡ് പേപ്പറിനെ പറ്റി ആലോചിക്കാം. ഡേറ്റാ സയൻസ് ആൻഡ് AI അതിനെപ്പറ്റി ആലോചിക്കാം. സർക്യൂട്ട് ബ്രാഞ്ചസിലേക്കും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്കും ഒക്കെ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധിക്കും. ഓക്കെ. അതുപോലെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് അല്ലെങ്കിൽ ഔട്ട്റീച്ച് പോലത്തെ പെയ്ഡ് ഇന്റേൺഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്യുക. മാക്സിമം എക്സ്പീരിയൻസസിന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. 3 months ഇന്റേൺഷിപ്സ് ഉണ്ട്, 6 months ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ KTU സ്റ്റുഡൻസിന് ഒരു ഓപ്ഷൻ വേറെ ഉള്ളത്, നിങ്ങൾക്ക് 4 വർഷം ബിടെക് എന്ന് പറയുന്നത് ഒരുമിച്ച് 4 വർഷം ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. സെക്കൻഡ് ഇയറിന് ശേഷം, തേർഡ് ഇയറിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോവാം, മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവാം. അതല്ല നിങ്ങളായിട്ടൊരു സ്റ്റാർട്ടപ്പ്, ഒരു ഓൺടർപ്രണർഷിപ്പ്, ഒരു വെഞ്ചറിന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പിച്ചിങ്ങും അതിനുള്ള പ്രോപ്പർ ലൈസൻസിങ്, ഒരു IEDC പോലത്തെ ഓർഗനൈസേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ഫ്ലാഗ് കിട്ടി മുന്നോട്ട് പോകാനൊരു അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രി ആണ്. ഫൈനൽ ഇയർ പ്ലേസ്മെന്റ് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴോ 4 വർഷത്തെ ബിടെക്കിന് ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് റൂട്ടിൽ നിങ്ങൾ ഇത്രയും സഞ്ചരിച്ചു, ഇത്ര എക്സ്പീരിയൻസ് അതിനിടയ്ക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അതൊരു അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതൊക്കെ സ്റ്റാൻഡിങ് ഔട്ട് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണ്. അപ്പം അതിനെ 2 രീതി കാണാം. ചിലരത് ബിടെക് കിട്ടാനായിട്ട് വീണ്ടും ഡിലേ ആയെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഓക്കെ. അപ്പൊ അത് ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞാണ്. ആ റൂട്ടിൽ പോകുന്നവരും ഉണ്ടാവും. ഓക്കെ. പിന്നെ അക്കാഡമിക് ബ്രേക്ക് അങ്ങനെ ചെയ്യാം. ഇന്റേൺഷിപ്സ് ഒക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്യാം. ആരെങ്കിലും കൂട്ടുകാരൊക്കെ പോകുന്ന ഏതെങ്കിലും കമ്പനിയിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ പോകാന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു കണക്ടിങ് ദ ഡോട്ട്സ്. നിങ്ങൾ അൾട്ടിമേറ്റ്ലി എത്താൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ എല്ലാം എക്സ്പ്ലോർ ചെയ്തേ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ അതിലേക്ക് അലൈൻ ചെയ്യുന്ന പോലെ എന്താണ് കണക്ടിങ് ദ ഡോട്ട്സ്, ആ രീതിയിൽ നിങ്ങൾക്ക് റൂട്ട് സെറ്റ് ചെയ്ത് പോവാം. എലക്ടീവ്സും പ്രൊജക്റ്റും എല്ലാം അതേ റൂട്ടിൽ വെക്കാം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് പ്രൊജക്റ്റ് വേണമെങ്കിൽ ട്രാഫിക് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. എലക്ടീവ്സ് എടുക്കുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് എടുക്കാം. മൈനേഴ്സ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ സെൻസേഴ്സ് പോലത്തെ ഏരിയാസ് ഒക്കെ നിങ്ങൾ മൈനേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്യാം, അല്ലെ? കണക്ടിങ് ദ ഡോട്ട്സ് ആണ്. അപ്പം ഒരു ഇന്റർഡിസിപ്ലിനറി സ്കില്ലും ആവും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റൂട്ടിൽ നിങ്ങൾക്ക് എത്താനും സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ കരിയർ റൂട്ട് നിങ്ങൾക്ക് തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാം. മൈനേഴ്സിലൂടെ, എലക്ടീവ്സിലൂടെ, ഓണേഴ്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റീസിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള സ്റ്റുഡൻസ് ആയിട്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട് അത് ബിടെക്കിൽ അവസാനിക്കേണ്ട പ്രൊജക്ട് ആവരുത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ MES കുറ്റിപ്പുറത്ത് പഠിച്ച കുറച്ച് ചെറുപ്പക്കാര് അവർ കോളേജിൽ പ്രൊജക്ട് ചെയ്ത സമയത്ത് ഒരു പ്രൊജക്ട് ചെയ്തു, കുറച്ച് സ്ഥലത്തൊക്കെ പോയി അവതരിപ്പിച്ചു. അതിനുശേഷം എവിടെയോ പ്രസന്റ് ചെയ്യാനൊക്കെ പോയപ്പോൾ ഒരു നല്ല പ്രൈസ് മണിയൊക്കെ കിട്ടി. സിംഗപ്പൂരിൽ എവിടെയോ അവർ പോയി. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അതിനകത്ത് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ പിന്നീട് അവർ പല വഴിക്ക് പിരിഞ്ഞു പോയെങ്കിലും IT കമ്പനീസിലൊക്കെ പോയി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഇവർ പിന്നീട് ഒന്ന് ചേർന്നിട്ട് ആ കമ്പനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി നന്നായിട്ട് ഗ്രോ ചെയ്തു. അതാണ് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടു കാണും. മറ്റേ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തു. ട്രിവാൻഡ്രം കോർപ്പറേഷനിലൊക്കെ മറ്റേ ഡ്രെയിൻ ക്ലീനിങ്ങിനകത്ത് പോലെയുള്ള കാര്യങ്ങളിൽ അവർ എക്യുപ്മെന്റ്സ് അവരുടേതായിട്ടുള്ള പുതിയ പ്രോഡക്ട്സ് ഒക്കെ അവർ ഇറക്കിയിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്റ്റാർട്ടപ്പുകൾ ഒക്കെ നിങ്ങൾക്ക് കോളേജിൽ തുടങ്ങുന്ന ആ പ്രൊജക്റ്റിൽ നിന്ന് ലീഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അത്തരം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ലോങ് ടൈം പ്ലാനിങ്ങിലൂടെ പ്രൊജക്ട്സ് സെലക്ട് ചെയ്യുക, റാൻഡംലി എന്തെങ്കിലും ചെയ്യാതെ ഒരു വിഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ. കാരണം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവേഴ്സ് ആണ്. നമ്മുടെ ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് എ സൊല്യൂഷൻ, അതൊരു നല്ല പ്രൊജക്റ്റിലേക്കും സ്റ്റാർട്ടപ്പിലേക്കും ഒക്കെ വേണമെങ്കിൽ ലീഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവലിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വിൻ സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന പ്രൊജക്ട്സും ടോപ്പിക്സും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റിലേക്ക് അത് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഫൈനൽ ഇയറിൽ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ ഇത്രയും സമയം ഇരുന്ന് ഒരുപാട് മടുത്തിട്ടുണ്ടാവും. കരിയർ സ്ട്രാറ്റജി
കുറെ കാര്യങ്ങളൊക്കെ കേട്ടു അല്ലെ. ഞാൻ ഒരു ഫസ്റ്റ് ഫേസ് അതിന്റെ അവസാനിച്ചു ഏകദേശം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതിനകത്ത് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓഡിയോയിൽ വരാമോ? കാര്യം ഞാൻ കാണുന്നില്ല, എനിക്കത് ലോഗൗട്ട് ആയി പോയി. കോർഡിനേറ്റേഴ്സ് ഹലോ. യെസ്. അപ്പം ഞാൻ അതിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ബാക്കി നിങ്ങളെ സ്റ്റഡീസിലുള്ള മറ്റ് ഫ്ലെക്സിബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ലെവലിൽ ആവശ്യം വരുന്നില്ല. കൂടുതൽ ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ എനിക്ക് ഒരു ഫൈനൽ ടേക്ക് അവേ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയാണോ അവിടെ, ഇപ്പൊ കോളേജിൽ അങ്ങോട്ട് ഈ പറഞ്ഞ റിക്രൂട്ടേഴ്സ് വരുന്നില്ലെങ്കിൽ പോലും, ഈവൻ ഇഫ് ദ പ്ലേസ്മെന്റ്സ് അവിടെ അത്ര പ്രോമിസിംഗ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, നിങ്ങളുടെ സാധ്യതകൾ വളരെ കുറവാണെങ്കിൽ പോലും, എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലത്തെ പല റൂട്ട്സ്, വളരെയധികം ഓപ്ഷൻസ്, തേർഡ് പാർട്ടി വാലിഡേഷൻസ് കിട്ടുന്ന പല സൈറ്റുകളും പ്ലാറ്റ്ഫോംസും ഉള്ളതെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. എലക്ടീവ്സിലും മൈനേഴ്സിലും പ്രൊജക്ട്സിലും ഒക്കെ തന്നെ ഒരുപാട് എന്താണ് ഒപ്റ്റിമൈസേഷൻസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, കരിയർ പ്രോപ്പർലി പ്ലാൻ ചെയ്യാം. ഗവൺമെന്റ് ഓപ്ഷന് തന്നെ വീണ്ടും പല സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഗേറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർ ജോബ് റൂട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അതിനകത്ത് വീണ്ടും ഈ പറഞ്ഞ ജോബ് ഹണ്ടിനകത്ത് എടുക്കേണ്ട പല സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിവേ ഈ ലിമിറ്റഡ് ടൈമിൽ ഇതിനപ്പുറത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? യെസ്. അപ്പൊ കോർഡിനേറ്റേഴ്സ് could you give a cue? നമുക്ക് അവസാനിപ്പിക്കാം. So okay. Yes, as we come to the end of today's session, I would like to extend our heartfelt gratitude to Mr. Charles Leo for sharing his valuable insights and experiences with us. Thank you so much, sir, for helping us understand the importance of strategic career planning and the role it plays in achieving growth, visibility, and lasting impact. Today's session also marks a special moment of the Essentra journey. Originally, this was intended to be our final session. However, due to the postponement of one session, we have one last session remaining tomorrow before we officially conclude Essentra. Over the past 15 days, we have had the opportunity to learn from inspiring speakers, explore diverse topics, and gain knowledge that will continue to guide us beyond this program. We hope these sessions have empowered each participant to take meaningful steps towards their personal and professional goals. Thank you to everyone who has been a part of this journey. We look forward to seeing you tomorrow for the final session of Essentra. Once again, a heartfelt thank you to all the participants. See you. Thank you. Bye. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.